എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എന്നെ ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കാനായി ക്ഷണിച്ച എസൻസ് ഗ്ലോബൽ പത്തനംതിട്ടയിലെ പോരാളികൾക്ക്, എല്ലാവരും പോരാളികളാണല്ലോ, എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഈ ഒക്ടോബർ 19 എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലിറ്റ്മസ് 25 സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണം. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു വലിയ സംഘം. ഞങ്ങൾ കൊല്ലത്തൊക്കെ ഭയങ്കര മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. അതിനെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഒരു ഉത്സവമാണ്, ഒരു വിസിബിലിറ്റിയുടെ ഒരു കേസാണ്. ആയിരക്കണക്കിന് ആളുകൾ, ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അവിടെ വരുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ നിസ്സാരമല്ല, ഇന്ത്യയിൽ നിസ്സാരമല്ല, ലോകത്തെങ്ങും നിസ്സാരമല്ല. ഒരുപക്ഷെ സൗരയൂഥത്തിൽ ഇവിടെ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഇവൻ്റ്. thousands of atheists together under one roof. It doesn't happen. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. അവസാനം പറഞ്ഞത്, ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവസാനമായിട്ട് ആരോ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ റിയൽ സെൻസ് ഇത് അവസാനമാണെന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് സെർമൺ ഓൺ ദ മൗണ്ട്, മറ്റൊന്ന് ഫെയർവെൽ സെർമൺ ബൈ മുഹമ്മദിൻ്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം, യേശുവിൻ്റെ ഗിരിപ്രഭാഷണം. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം അവസാനത്തെ പ്രസംഗമൊന്നുമല്ല. കാരണം മാത്യു 5 മുതൽ 7 വരെയുള്ള ചാപ്റ്ററുകളിലാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്യു കുറേ എഴുതുന്നുണ്ട്. അപ്പം അവസാനത്തെ അല്ല, പക്ഷേ വേറെ രീതിയിൽ അത് അവസാനത്തെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലയിടത്തായിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഒരിടത്ത് കൊണ്ടുവന്ന് കൂട്ടി ഒരു വലിയ പ്രസംഗം പോലെ കാണിക്കുകയാണ് മാത്യു ചെയ്യുന്നത്. മാത്യു ഒരു വലിയൊരു ഷേക്സ്പിയറിനെ വില്ലെന്ന ഒരു എഴുത്തുകാരനായിരുന്നു, അത് നിങ്ങൾക്കറിയാം. ഇനി മുഹമ്മദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ അവസാനത്തെ പ്രസംഗം തന്നെയാണിത്. പക്ഷേ ഈ പ്രസംഗം ഖുറാനിലൊന്നുമില്ല. ഇതിൻ്റെ സോഴ്സസൊക്കെ ശരിക്കും വീക്കാണ്. മുസ്ലിം ഉണ്ട്, അതുപോലെ തന്നെ ബുഖാരി ഉണ്ട്. പക്ഷേ ഇതൊന്നും സഹീഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് അല്ല. അതിൻ്റെ ഓതൻറ്റിസിറ്റി സോഴ്സസ് സ്ട്രോങ് അല്ല. പക്ഷേ മുഹമ്മദ് വെച്ചാണ് ഞാൻ ഈ അവസാനം പറഞ്ഞതെന്നുള്ള ഒരു സംഗതി. അപ്പോൾ നമ്മുടെ സജിത് ലാലാണ് ടൈറ്റിൽ ഇതാന്ന് പറഞ്ഞ് ദിവസം. ഓക്കെ, ഇതിന് സമാനം ആദ്യം സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം, യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് പറയും. പറയുമോ നീ ഗിരിപ്രഭാഷണമൊക്കെ നടത്താൻ വീട്ടിൽ പോടാ എന്ന് പറയാറില്ലേ? എന്താണ് ഗിരി എന്ന് പറഞ്ഞാൽ? മലയുടെ മുകളിൽ കയറി നിന്ന് യേശു സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഏക്കർ 45 സെൻറ്റ് നീളത്തിലാണ് പുള്ളി സംസാരിക്കുന്നത്. അങ്ങനെ അത്രയും നേരം ആരെങ്കിലും കേട്ടോണ്ടിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോലെ നമ്മൾ കണ്ടു. പക്ഷെ നീണ്ടൊരു പ്രസംഗമാണിത്. ഈ പ്രസംഗത്തിലെ എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിച്ചർഡ് ഡോക്കിൻസ് ഗോഡ് ഡെല്യൂഷൻ അത് പറയുന്നുണ്ട്. യേശു വളരെ പുരോഗമനം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്. പഴയ നിയമത്തിലെ രക്തദാഹിയായ യഹോവയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ യേശു വലിയൊരു പുരോഗമനമാണ്. അദ്ദേഹത്തിൻ്റെ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത് എക്സലൻ്റ് അഡ്വൈസ് എന്നാണ്. ആ വാക്കാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. എക്സലൻ്റ് അഡ്വൈസസ് ആണെന്ന് പറയും. അതായത് ഒരു മോറൽ പ്രീച്ചിങ് ആണ്, ആർക്കും എടുക്കാവുന്ന. അതർ ചീക്ക്, ഒരു കർണത്ത് അടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കാനൊക്കെ പറയുന്നത് എഹെഡ് ഓഫ് ടൈംസ് എന്നാണ് ഡോക്കൻസ് പറയുന്നത്. കാലാധിപത്യായ, കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഉപദേശമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്കിൻസും ഇങ്ങനെ പറയുന്നു, മഹാത്മാഗാന്ധി പറയുന്നു, ഈ സെർമൺ ഓൺ ദ മൗണ്ട് അനുസരിച്ച് ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു ക്രിസ്ത്യാനികൾക്കും ലോകത്തിനും എന്നാണ്. അവരതിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് പ്രശ്നം എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. ഒബാമ ഈ അടുത്തിടെ സെർമൺ ഓൺ ദ മൗണ്ടിനെ കുറിച്ച് വളരെ പൂഴ്ത്തി സംസാരിച്ചു. ഹാരി എസ് ട്രൂമാൻ സംസാരിച്ചു. പിന്നെ സെൻ്റ് അഗസ്റ്റിനെ പോലെയുള്ള മതപ്രഭാഷകർ, ഇത് ഭയങ്കര സംഭവമാണ്, ഇതിനകത്ത് ഇതേപോലെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നവർ ചോദിക്കുന്നില്ല, എന്നാലും ഇത് ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നു. നോക്കൂ, ലോകമെമ്പാടുമുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ഭയങ്കരമായിട്ട് ഈ ഗിരിപ്രഭാഷണത്തെ ഒരുപാട് പൊക്കിയടിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഡോക്കിൻസ് മുതൽ ഒബാമ വരെ, ഗാന്ധി മുതൽ സെൻ്റ് അഗസ്റ്റിൻ വരെ വൈവിധ്യമാർന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ഗിരിപ്രഭാഷണത്തിൻ്റെ ആരാധകർന്ന് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ആദ്യം ഒരു 10 പേരുടെ പേര് തരും, എന്നിട്ട് ചോദിക്കും ഇനിയും വേണമോ, എസ് അടിച്ചു കൊടുക്കാമെങ്കിൽ വീണ്ടും തന്നുകൊണ്ടേയിരിക്കും. സോ അത്ര വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് മൊറാലിറ്റിയും ഇത് പറയുന്ന കാര്യങ്ങളും ഒരു ആധുനിക സെക്കുലർ സമൂഹം പഠിച്ചിരിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് മുന്നേ സംസാരിച്ചിട്ടുണ്ട്, വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് തുടക്കം തന്നെ എടുക്കാം.
പുള്ളി പറയുന്ന ആദ്യ കാര്യം വളരെ പോയറ്റിക്കാണ്. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ അവർ ബ്ലെസ്ഡ് ആണ്. ബ്ലെസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലയാളം? ഭാഗ്യവാന്മാർ എന്നാണ് മലയാളം. അനുഗ്രഹിക്കപ്പെട്ടവർ, അതാണ്. നമ്മൾ അമേരിക്കൻ ട്രാൻസ്ലേഷൻ ഇവിടെ ഉണ്ട്. ആത്മാവിൽ ദരിദ്രരായിരുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ദാരിദ്ര്യം മനസ്സിലായി, 5 പൈസയില്ല, ഷെയർ ഇട്ടൊക്കെ നമ്മൾ ചിലപ്പം പൈസ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയില്ല, ദാരിദ്ര്യം എന്ന് പറയും. അതല്ലല്ലോ പുള്ളി പറയുന്നത്. ആത്മാവിൽ ദാരിദ്ര്യം. ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു വേർഷൻ അനുസരിച്ച് സുരന് പിടിയിട്ട് കാണും. ഈ റിലീജിയസ് ആരോഗൻസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്ന 2 ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനമല്ല അവരുദ്ദേശിക്കുന്നത്. ഈ സാധനം തന്നെയാണ്, അതൊരു ലഹരിയാണ്. അതായത് ഈ ജീവിതം വളരെ നശ്വരമാണ്, വില കുറഞ്ഞതാണ്, ബസ് സ്റ്റോപ്പിലെ ഒരു കാത്തുനിൽപ്പാണ്. വേറെ ഒരു ലോകമുണ്ട്, അവിടെ സ്വർഗരാജ്യം. അവിടെ ചെന്ന് നിങ്ങൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ കഴിയും. അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ്, സുഖമാണ്, നിത്യജീവൻ. നിത്യജീവൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഓരോ നിമിഷവും ജീവൻ നിലനിർത്താനായിട്ട് മരുന്നും എണ്ണയും ഒക്കെ ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു. അവിടെ ആ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആഹാരം തേടി പോകുന്നു, DA ഇൻക്രിമെൻ്റ് വരുന്നതെന്ന് നോക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരു വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ആത്മാവിൽ ദരിദ്രനായിരുന്നവർ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വാഴ്ത്തപ്പെട്ടവരാണല്ലേ, അനുഗ്രഹീതരാണ്, ഭാഗ്യവാന്മാരാണ്, കിങ്ഡം ഓഫ് ഹെവൻസ് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമെന്ന് പറയാം. മനസ്സിലായോ? അതായത് ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. യേശു അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പറയുന്ന കഥയുണ്ടല്ലോ, ഇങ്ങനെ ഒരാൾ സൃഷ്ടിച്ചു, അയാളെല്ലാം കൊടുക്കും, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോവും, അവിടെ ചെല്ലുമ്പം ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കാം. ഈ പറയുന്ന കഥ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ധനികർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നു. ഇത് വിശ്വസിക്കാതെ നടക്കുന്ന കുറേ പേരുണ്ടല്ലോ, ഒഴിഞ്ഞ കോപ്പ പോലെ നടക്കുന്നത്, അത് നിറയ്ക്കാം എന്നാണ് പറയുന്നത്. അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. മറ്റേത് യഥാർത്ഥ ദാരിദ്ര്യമല്ല, പണം വരും പോവും, അല്ലേ? അളിയ സൗഹൃദം അല്ലേ വലുതെന്ന് ചോദിക്കുന്ന അതേ ലാംഗ്വേജിലാണ് പുള്ളിയുടെ ആത്മാവിലെ ദാരിദ്ര്യം. അടുത്ത് പറയുന്നത്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു മോൺ ഫോർ ദേ വിൽ ബി കംഫർട്ടഡ്. വിലപിക്കുന്നവർക്ക് അവരും ഭാഗ്യവാന്മാർ. കാര്യം എന്താണ്? അവർക്ക് അനുതാപം അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കപ്പെടും. ബ്ലെസ്ഡ് ആർ ദ മീക്ക് ഫോർ ദേ വിൽ ഇൻഹെറിറ്റ് എർത്ത്. സൗമ്യരെല്ലാം സന്തോഷിച്ചാട്ടെ, കാരണം നിങ്ങളായിരിക്കും ഭൂമിയുടെ അവകാശികൾ. എപ്പോഴാണ് എന്ന് എനിക്കറിയില്ല. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈറ്റ്യസ്നെസ്. ഹങ്കർ എന്ന് പറയുന്നത് ബൈബിളിൽ മൊത്തത്തിൽ ആഹാരത്തിനുള്ളതോ, ദാഹം എന്ന് പറയുന്നത് വെള്ളത്തിനുള്ളതോ അല്ല. ബൈബിളിലെ ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ സ്വർഗലപ്തി അങ്ങനെയുള്ളൊരു സാധനമാണ്. സ്പിരിച്വലാണ്, 2 സ്പിരിച്വലാണ്. അത് എന്താ പറയുക, അതങ്ങനെ ശമിപ്പിക്കാൻ ആഹാരം കഴിക്കുന്നതിലൂടെ പോകുന്ന ഒരു സാധനമല്ല. സ്പിരിച്വൽ ഹങ്കർ എന്നാണ് അതിന് പറയുന്നത്. എല്ലാം സ്പിരിച്വലാണ്. ഇപ്പോൾ റൈറ്റ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നീതി തേടുന്നവർ, അവർ അതിനുള്ള വിശപ്പുള്ളവർ, അവർ ദേ വിൽ ബി ഫിൽഡ്, അവർ നിറയ്ക്കപ്പെടും അല്ലെങ്കിൽ അവർ നിറവേറ്റപ്പെടും. ബ്ലെസ്ഡ് ആർ ദ മെർസിഫുൾ ഫോർ ദേ വിൽ ബി ഷോൺ മെർസി. കരുണയുള്ളവർ അവർ വാഴ്ത്തപ്പെട്ടവർ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. കാര്യം എന്താണ്? അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നിങ്ങൾ കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. ബ്ലെസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. അതെനിക്ക് മനസ്സിലായില്ല. എന്നാലും ആത്മാവിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ വിശുദ്ധി ഉള്ളവർ അവർ ദൈവത്തെ കാണും. ഇപ്പോൾ മനസ്സിലായോ? ഹൃദയത്തിലെ വിശുദ്ധി ഉള്ളവരാണ് ദൈവത്തിൽ കാണുന്നത്. നിങ്ങൾ ദൈവത്തിൽ കാണുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം we solved a big problem, riddle. Okay, right. Blessed are the peacemakers. നമ്മുടെ ട്രംപിനെയൊക്കെ പോലെയുള്ള പീസ് മേക്ക് ചെയ്യുന്ന ആളുകൾ, അവർ ബ്ലെസ്ഡ് ആണ്. കാരണം എന്താണ്? they will be called children of God. അപ്പോൾ എല്ലാ മണിക്കൂറും ഓക്കെ. മനു ഇവിടെ ഉണ്ട്. Blessed are the peacemakers, for they will be called children of God. Blessed are those who have persecuted because of righteousness, for there is the kingdom of heavens. പീഡിപ്പിക്കപ്പെട്ടവരും പേടിക്കണ്ട, അവർക്കും ഈ കിങ്ഡം ഓഫ് ഹെവൻസ് അവരുടേതാണ്. ഇതിൽ ഇതൊക്കെ വായിക്കുമ്പോഴാണ് ആളുകൾക്ക് തോന്നുന്നത് ഇത് എന്തുവാണ് ഈ പറയുന്നത്. സത്യത്തിൽ
ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഉദാഹരണമായിട്ട് നോക്കുക, ബ്ലെസ്ഡ് ആർ ദ മീക്ക് ഫോർ ദേ വിൽ ഇൻഹെറിറ്റ് ദ എർത്ത്. സൗമ്യർക്ക് ഭൂമി കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടോ? സൗമ്യരായിട്ട് നടക്കുന്ന മനുഷ്യരാണോ ഭൂമിയുടെ അവകാശികളായിട്ട് മാറുന്നത്? അത് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ കുറേ സംഗതികൾ പോട്ടെ. ഇത് കുറച്ച് കവിതാമയമാണ്, കുറച്ച് സിംബോളിക്കാണ്, എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം പറയുന്നു, സഫർ ഫോർ മീ ആൻഡ് ഗെറ്റ് ഹെവി റിവാർഡ്സ്. ബ്ലെസ്ഡ് ആർ യു when people insult you, persecute you and falsely say all kinds of evil against you because of me. ഞാൻ കാരണം നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ബ്ലെസ്ഡ് ആണ്. എൻ്റെ പേരിൽ അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ബ്ലെസ്ഡ് ആണ്. റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ബിക്കോസ് ഗ്രേറ്റ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. ഇവിടെ കിടന്ന് പ്രശ്നമോ അല്ലെ നിന്ദയും അടിയൊക്കെ കൊള്ളുന്നെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സമ്മാനമുണ്ട്, ഹെവി റിവാർഡ്സ്. ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ടു അബോളിഷ് ദ ലോ ഓർ ദ പ്രോഫറ്റ്. ഇപ്പോൾ യേശു വലിയ റവല്യൂഷണറി ആണ് എന്നൊക്കെ പറയുന്നവർ ഈ വാക്കുകൾ ഈ ഗിരിപ്രഭാഷണത്തിൽ വരുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഐ ഹാവ് കം ടു അബോളിഷ് ദ ലോ ഓർ ദ പ്രോഫറ്റ് എന്ന് ചിന്തിക്കരുത്. പ്രവാചകന്മാരെയോ മുന്നേ വന്നവരെ ധിക്കരിക്കാനോ നിയമം മറികടക്കാനോ അല്ല ഞാൻ വന്നിരിക്കുന്നത്, മറിച്ച് ഐ ഹാവ് കം ടു അബോളിഷ് ദം ബട്ട് നോട്ട് ടു അബോളിഷ് ദം ബട്ട് ടു ഫുൾഫിൽ ദം. അത് നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫോർ ട്രൂലി ഐ ടെൽ യു അണ്ടിൽ ഹെവൻ ആൻഡ് എർത്ത് ഡിസപ്പിയർ നോട്ട് ദ സ്മോളസ്റ്റ് ലെറ്റർ നോട്ട് ദ ലീസ്റ്റ് സ്ട്രോക്ക് ഓഫ് എ പെൻ വിൽ ബൈ എനി മീൻസ് ഡിസപ്പിയർ ഫ്രം ദ ലോ അണ്ടിൽ എവറിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഈ നിയമപുസ്തകത്തിൽ നിന്ന് ഒരു കുത്തോ കോമയോ മാറില്ല, എല്ലാം നിറവേറ്റപ്പെടുന്നത് വരെ. അത് നടപ്പിലാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ റവല്യൂഷണറി ഒന്നുമല്ല. എന്താണോ പറഞ്ഞിട്ടുള്ളത്, എന്താണോ നിയമം, അതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം എന്ത് പുരോഗമനമാണ് ഉള്ളത്, എന്ത് മാറ്റമാണ് ഇദ്ദേഹം ഇത് പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഇതിനെ മറികടന്നുകൊണ്ടും വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു രണ്ടും പറയുന്നുണ്ട്, നിയമം പാലിക്കാനും നിറവേറ്റാനുമാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അതേ യേശു തന്നെ ഇതിന് വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പഴയ നിയമം അനുസരിച്ച് ഈ സബാത്ത് ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷ മരണമാണ്. സബാത്ത് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ യേശു അതിന് പരസ്യമായും രഹസ്യമായും അതിന് നിർദ്ദേശവും കൊടുക്കുന്നുണ്ട്, അതിനെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓ, സബാത്താണോ മനുഷ്യന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ യേശുവാണ് ഇതും പറയുന്നത്. അപ്പോൾ യേശുവിന് എന്തും പറയാം. അടുത്ത ഒരു വാചകം ഇതിനകത്ത് തന്നെ ഉള്ളതാണ്, 5:21. യു ഹാവ് ഹേർഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇറ്റ് വാസ് സെഡ് ടു ദ പീപ്പിൾ ലോങ് എഗോ, പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, യു ഷാൽ നോട്ട് മർഡർ, നിങ്ങൾ കൊല്ലാൻ പാടില്ല. ആൻഡ് എനി വൺ ഹൂ മർഡേഴ്സ് വിൽ ബി സബ്ജക്ട് ടു ജഡ്ജ്മെൻറ്റ്, കൊല്ലുന്നവൻ വിസ്തരിക്കപ്പെടുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് ഐ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയട്ടെ, that anyone who is angry with the brother or sister will be subject to judgment. സ്വന്തം സഹോദരനുമായിട്ടോ സഹോദരിയുമായിട്ടോ ആർക്കെങ്കിലും ഒരു പ്രശ്നമോ വഴക്കോ കോപമോ ഉണ്ടെങ്കിൽ അവർ വിസ്തരിക്കപ്പെടും എന്ന് ഈ പത്തനംതിട്ടയിലെ ആളുകൾ ഓർത്തു കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇത് വീണ്ടും പറയുന്നുണ്ട്, again anyone who says to the brother or sister റക്ക എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്, വായിക്ക് കൊള്ളാത്തവൻ എന്നൊക്കെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഈസ് ആൻസറബിൾ ടു ദ കോർട്ട്. ആൻഡ് എനി വൺ ഹൂ സേസ് യു ഫൂൾ വിൽ ബി ഇൻ ഡേഞ്ചർ ഓഫ് ദ ഫയർ ഓഫ് ദ ഹെൽ. ആരെങ്കിലും യു ഫൂൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നരകശിക്ഷ ഉറപ്പാണ്. യു ഫൂൾ എന്നൊക്കെ നമ്മളെല്ലാവരെയും വിളിക്കുന്നല്ലേ. നമ്മൾ തന്നെ കണ്ണാടിയുടെ മുന്നിച്ച് നിന്നിട്ട് നീ ഇത്ര വിഡ്ഢിയായി പോയല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇതെങ്ങനെയാണ് ഇത്രയും എത്തിക്കലി മോറലി ഭീകരമാകുന്നതെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടിട്ട് വളരെ ഒരു പരിതാപ് കൗർ ലുക്കുണ്ട് ഇതിന്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ഗോജ് ഔട്ട് യുവർ ഐസ്, കട്ട് ഓഫ് യുവർ ഹാൻഡ്സ്. എന്തിനാണെന്നറിയോ? നിങ്ങളൊരു സ്ത്രീയെ നോക്കുന്നു, യു ഹാവ് ഹേർഡ് ദാറ്റ് ഇറ്റ് വാസ് സെഡ് ദാറ്റ് യു ഷാൽ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി, വ്യഭിചരിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഐ ടെൽ യു, ഞാൻ വേറെന്ന് പറയാം, എനിവൺ ഹൂ ലുക്സ്, കൂടുതൽ നിയമം കട്ടിയാക്കാണ്, നിയമം മാറ്റില്ലെന്ന് പറഞ്ഞ ആളാണ് കട്ടിയാക്കാണ്. എനിവൺ ഹൂ ലുക്സ് അറ്റ് എ വുമൺ ലസ്റ്റ്ഫുള്ളി, കാമാർത്തിയോടുകൂടി ഒരു സ്ത്രീയെ ആര് നോക്കുന്നുവോ, ഹാസ് ഓൾറെഡി കമ്മിറ്റഡ് അഡൾട്ടറി, ആ നോട്ടത്തിലൂടെ വ്യഭിചാരം പൂർത്തിയായി. പിന്നെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അഡൾട്ടറി വിത്ത് ഹെർ ഇൻ ഹിസ് ഹാർട്ടിൽ അത് നടന്നു കഴിഞ്ഞു. ഇനി ബാക്കി അവയവങ്ങളിലെ കാര്യമുള്ളൂ. അപ്പോൾ പറയാണ്, ഇഫ് യുവർ റൈറ്റ് ഐ കോസസ് യു ടു സ്റ്റംബിൾ, നിന്റെ വലത് കണ്ണാണ് നിന്നെ വീഴ്ത്തിയതെങ്കിൽ, ഇങ്ങനെ നോക്കിയപ്പോഴാണ് നീ വീണതെങ്കിൽ,
എന്താ ചെയ്യേണ്ടത്? ഗോജ് ഇറ്റ് ഔട്ട് ആൻഡ് ത്രോ ഇറ്റ് അവേ. രണ്ടും ചെയ്യണം. ചൂഴ്ന്നെടുക്കണം, വലിച്ചെറിയണം. ഇതാണ് ഏറ്റവും വലിയ മോറൽ. ഈ ഡോക്കിൻസ് ഒക്കെ ഇത് എവിടെ കൊണ്ടാണ് വായിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അടുത്തത്, ഇറ്റ്സ് ബെറ്റർ ഫോർ യു ടു ലൂസ് വൺ പാർട്ട് ഓഫ് യുവർ ബോഡി ദാൻ ഫോർ യുവർ ഹോൾ ബോഡി ടു ബി ത്രോൺ ഇൻ ടു ഹെൽ. കാരണം ഈ കുറ്റം ചെയ്ത ഭാഗം അവിടെ മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതെടുത്ത് നരകാഗ്നിയിലിടും. മറ്റേ ഇതെന്താ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കട്ട് ചെയ്യുന്നേ കടകളിലൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷവർമ, അത് തന്നെ. അതുപോലെ അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ കുറ്റം ചെയ്യുന്ന സാധനം പോകുന്നതല്ലേ മൊത്തം ബോഡിയും പോകുന്നതിനേക്കാൾ നല്ലതെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ആധുനിക ശാസ്ത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഏത് കണ്ണാണോ നിന്നെ പാവം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ കണ്ണ് ചൂഴ്ന്നെടുക്കണം എന്നാണ്. ആക്ച്വലി കണ്ണാണോ ശരിക്കും നമുക്ക് കാഴ്ചകൾ സമ്മാനിക്കുന്നത്? അല്ല, ബ്രെയിനാണ്. അപ്പോൾ അത്രയൊന്നും നമ്മൾ പോകണ്ട, ന്യൂറോളജിക്കലായിട്ടൊന്നും ക്രിസ്തുവിനെ അസസ് ചെയ്യേണ്ട. എന്നാൽ ക്രിസ്തു പറഞ്ഞ, ആൻഡ് ഇഫ് യുവർ റൈറ്റ് ഹാൻഡ് കോസസ് യു ടു സ്റ്റംബിൾ കട്ട് ഇറ്റ് ഓഫ് ആൻഡ് ത്രോ ഇറ്റ് അവേ. ഇനി വലത് കൈയൊക്കെയാണോ പഴയ നമ്മുടെ PJ ജോസഫിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു കൈയാണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്, ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ. പാപം ഈസ് ഈക്വൽ ടു ക്യാൻസർ. മഹത്തായ ഒരു മോറൽ പ്രീച്ചിങ് ആണ്, കാലാതിവർത്തിയാണ്. ഇനി അടുത്ത നിങ്ങൾക്കെല്ലാം ഈ ഗിരിപ്രഭാഷണത്തിൽ വരുന്നതാണ് 31-ാമത്തെ 5:31, 5 മുതൽ 7 വരെയാണ് കേട്ടോ. ഇറ്റ് ഹാസ് ബീൻ സെഡ്, പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിവൺ ഹു ഡിവോഴ്സസ് ഹിസ് വൈഫ് മസ്റ്റ് ഗീവ് ഹെർ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിവോഴ്സ്. അല്ലേ, നമ്മൾ ഫാമിലി കോർട്ടിലൊക്കെ പോയി നിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ബട്ട് ഐ ടെൽ യു, ഞാൻ പറയട്ടെ, I tell you that anyone who divorces his wife except for sexual immorality makes her a victim of adultery. അതായത് സെക്ഷൽ ഇമ്മൊറാലിറ്റി അല്ലാതെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവളെ നിങ്ങൾ വ്യഭിചാരത്തിൻ്റെ ഒരു ഇരയാക്കി മാറ്റുകയാണ്. അവളെ പിന്നെ വ്യഭിചാരിണി എന്നുള്ള രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. ഇനി അടുത്താണ് ഏറ്റവും രസം, നിങ്ങൾക്ക് വേണേൽ ഫോളോ ചെയ്യാവുന്നതാണ്. എനിവൺ ഹു മാരീസ് എ ഡിവോഴ്സ്ഡ് വുമൺ കമ്മിറ്റ്സ് വ്യഭിചാരം. അതായത് ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ആര് വിവാഹം കഴിക്കുന്നെങ്കിലും അവനൊരു, യേശു പറഞ്ഞാണ്, ഗിരിപ്രഭാഷണമാണ്, കാലാതിവർത്തിയാണ്, എക്സലൻ്റ് അഡ്വൈസസ് ആണ്, ഒബാമയുടെ വഴികാട്ടുകയാണ്, ഗാന്ധിജിയുടെ ഊന്നുവടിയാണ്. ഗാന്ധിജിയുടെ ഒരു ഊന്നുവടി ഈ സെർമൺ ഓൺ ദ മൗണ്ട് ആണ്. ഇനി അടുത്തത്, ഡു നോട്ട് സെയർ ഓൺ ഓത്ത്, ആണയിടരുത് എന്ന് പറയും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും പുള്ളി പറയുന്നത്, എഗെയിൻ യു ഹാവ് ഹേർഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാം കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിനെ കണ്ണിക്കാണ്. പുള്ളി പറയുന്നത് എന്താണ്? ഒരു കുത്തോ കോമയോ മാറാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. അപ്പോൾ കേട്ടിട്ടുള്ളത് അതേപടി നോക്കൂ, ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഉള്ളതാണ്. രഞ്ജിത്തിന് പെട്ടെന്ന് കത്തി. എഗെയിൻ യു ഹാവ് ഹേർഡ് ദാറ്റ് ഇറ്റ് വാസ് സെഡ് ദാറ്റ് ദ പീപ്പിൾ ലോങ് എഗോ ഡു നോട്ട് ബ്രേക്ക് യുവർ ഓത്ത്, നിങ്ങൾ പ്രതിജ്ഞ ലംഘിക്കരുതെന്ന് പണ്ടേ ആളുകൾ പറയാറുണ്ട്. ബട്ട് ഫുൾഫിൽ ടു ദ ലോഡ് ദ വൗസ് ദാറ്റ് യു ഹാവ് മെയ്ഡ്, ദൈവത്തോട് നിങ്ങൾ നടത്തിയ പ്രതിജ്ഞകളൊക്കെ പാലിക്കണമെന്നാണ് പറയുന്നത്. ബട്ട് ഐ ടെൽ യു, ഞാൻ പറയട്ടെ, ഡു നോട്ട് സ്വെയർ ആൻ ഓത്ത് അറ്റ് ഓൾ, ഒരു പ്രതിജ്ഞ അങ്ങനെ ആണ്, അതായത് ശപഥം ചെയ്യാൻ പാടില്ല. ഏതൊക്കെ പിടിച്ചുകൊണ്ട്? ഹെവൻ, ദൈവത്തിൻ്റെ സിംഹാസനം, സ്വർഗം, ഓർ ബൈ എർത്ത്, ഭൂമി, അതും പാടില്ല. ഓർ ബൈ ഫോർ ഇറ്റ് ഈസ് ഹിസ് ഫുഡ് സ്റ്റൂൾ, അവൻ്റെ പാദമാണ് ഭൂമി, അപ്പോൾ അതിനെ പാടില്ല. ജെറുസലേമാണ്, ഞാൻ ജെറുസലേമിൻ നാമത്തിൽ ആണയിടുന്നു, നാളെ ഞാൻ ഇവിടെ വന്നിരിക്കും എന്നൊന്നും പറയാൻ പാടില്ല. ദൈവത്തിനാണ് അങ്ങനെയല്ലോ എന്താ പറയുന്നത്, കർത്താവിനാണ് സത്യമാണ് എന്നൊക്കെ പറയും, അങ്ങനെ പറയാൻ പാടില്ല. ഫോർ ഇറ്റ്സ് എ സിറ്റി ഓഫ് ഗ്രേറ്റ് കിങ്, അങ്ങനെ ആണയിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഡു നോട്ട് സോയർ ബൈ യുവർ ഹെഡ്, നിങ്ങളുടെ തലയെ പിടിച്ചു ആണയിടാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് യു കനോട്ട് മേക്ക് ഈവൻ വൺ ഹെയർ വൈറ്റ് ഓർ ബ്ലാക്ക്, നിങ്ങൾക്കൊരു മുടി കറുത്തതോ വെളുത്തതോ ആക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് തലയെ പിടിച്ച് ആണയിടുന്നത്? അങ്ങനെ ഓൾ യു നീഡ് സേ സിംപ്ലി യെസ് ഓർ നോ. എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ അല്ലാതെ ആണയിടാൻ പോകരുത്. എന്താണ് ഈ ആണയിടുന്നതിൽ ഇത്ര കുറ്റം എന്ന് എനിക്ക് മനസ്സിലായി. അത് ദൈവത്തിൻ്റെ പേരിൽ, ജെറുസലേമിൻ്റെ പേരിൽ, ഭൂമിയുടെ പേരിൽ, ദൈവത്തിൻ്റെ സിംഹാസനം ചെയറിൻ്റെ പേരിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർത്ത്ലെസ് ആയിട്ട് എന്തോ കാര്യം പറയുന്നു എന്നല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. ആണയിടാൻ പാടില്ല, ശപഥം ചെയ്യാൻ പാടില്ല.
അപ്പോൾ എങ്ങനെ ഈ മന്ത്രിമാരൊക്കെ, ഞാൻ ജോർജ് കുര്യൻ BJP പ്രത്യേകം തിരഞ്ഞെടുപ്പെട്ട മന്ത്രി ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണമല്ലേ? ഒരുപാട് ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സൊക്കെ പലയിടത്തും ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ പാടില്ലെന്നാണ് പറയാം. ദൈവം ഇല്ലെന്ന് തോന്നില്ലേ? ദൈവത്തിൻ്റെ സിംഹാസനം, എർത്ത്, ജെറുസലേം, ഹെവൻ. അപ്പോൾ കുഴപ്പമില്ല, ദൈവം കുഴപ്പമില്ല, ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി അടുത്താണ് ടേൺ ദ അതർ ചീക്ക് ഇഫ് എനി വൺ സ്ലാപ്സ് യു. ഇനി ഇതിന് തുടങ്ങുന്നത് എങ്ങനെയാണ്? യു ഹാവ് ഹെഡ് ദാറ്റ് ഇറ്റ് വാസ് സെറ്റ്. ഇത് വളരെ പോയറ്റിക് ആണ് കേട്ടോ. സെർമൺ ഓൺ ദ മൗണ്ടൻ്റെ പോയറ്റിക് ക്വാളിറ്റി, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അപാരമാണ്. പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷൻ നിങ്ങൾ വായിക്കണം. ബൈബിളിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര സംഗീതാത്മകമാണ്, ഇങ്ങനെ പോകുന്നത് നല്ല രസമാണ് വായിച്ചു. അത് ഈവൻ ആരെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷിൽ റിസൈറ്റ് ചെയ്ത് കേൾക്കുന്നത് നല്ല രസമാണ്. അതൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ഇന്നത്തെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. യു ഹാവ് ഹേർഡ് ദാറ്റ് ഇറ്റ് വാസ് സെഡ് eye for eye and tooth for tooth. But I tell you, do not resist an evil person. നിങ്ങളോട് പലരും പറയാറുണ്ട്, അല്ലെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡു നോട്ട് റെസിസ്റ്റ് ആൻ ഈവിൾ പേഴ്സൺ. ഒരു ഈവിൾ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ. ഇതാണ് മഹാത്മാഗാന്ധിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇഫ് എനിവൺ സ്ലാപ്സ് യു ഓൺ ദ റൈറ്റ് ചീക്ക്, ടേൺ ടു ദം ദ അതർ ചീക്ക് ഓൾസോ. അവർക്ക് ഒരു ബാലൻസ് ആവും. പിന്നെ നമ്മുടെ ഇയർ ബാലൻസിന് നല്ലതാണ്. ഇവിടെ നിന്ന് ഒരു അടി കിട്ടി ഇങ്ങോട്ട് പോകുമ്പോൾ ആ ലിക്വിഡ് അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടെ ആകുമ്പോൾ ശരിക്കും ഇങ്ങനെ നമുക്ക് സ്റ്റാർസും ഒക്കെ കണ്ട്, അതാണ് അദ്ദേഹം ശരിക്കും ഒരു ENT സ്പെഷ്യലിസ്റ്റാണ് ഇദ്ദേഹം എന്ന് തെളിയിക്കുന്ന ഒരു അഡ്വൈസാണ്. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ, ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിൽ, ഭൂമി ഉരുണ്ടതാണെന്നതിൻ്റെ തെളിവ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്ക് ചോദിച്ചുകൊണ്ട്, അപ്പോൾ യുറീക്ക ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞിങ്ങനെ, ഭൂമിയുടെ ഇങ്ങനൊരു കുട പോലെ കാണപ്പെടുന്നു, എന്തോ ഒരു ഗോളാകൃതിയിലുള്ള സാധനത്തെ മറച്ചതുപോലെയല്ലേ കുട. ഇങ്ങനെയാണ് ആകാശം നോക്കുമ്പോൾ, പന്തലല്ല കുടയാണ്. പിന്നെ 2 ഗോളങ്ങൾ അവിടെ കാണുന്നു, സൂര്യനും ചന്ദ്രനും. പിന്നെ ഉദിച്ചു വരുന്നു, അസ്തമിക്കുന്നു. ഇങ്ങനെ കുറേ സാധാരണ അരിസ്റ്റോട്ടിലൊക്കെ കണ്ടിട്ടുള്ള പഴയകാല തെളിവുകൾ പറഞ്ഞു. പറഞ്ഞു ഇതെല്ലാം ശരിയാണ്, ഇതിനേക്കാളെല്ലാം ഏറ്റവും നല്ല നിനക്ക് തന്നെ അനുഭവിക്കാവുന്ന ഒരു തെളിവുണ്ടെന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു, ഓണത്തിന് ഊഞ്ഞാലി കയറി ഇരുന്നിട്ട് ആരെങ്കിലും ഊഞ്ഞാലി പിടിച്ചൊന്ന് കറക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കറങ്ങി ഊഞ്ഞാലിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നുന്നു. ഇതായിരുന്നു ഇതേപോലൊരു സാധനമാണ് ഞാൻ ഇതിനകത്തുനിന്ന് കാണുന്നത്. ഒരു കവിളിലടിക്കാമെങ്കിൽ മറ്റേ കവിളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു തട്ടാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. 2 ഉള്ളതെല്ലാം കാണിച്ചു കൊടുക്കാം. ആൻഡ് എനി വൺ വാണ്ട്സ് ടു സ്യൂ യു ആൻഡ് ടേക്ക് യുവർ ഷർട്ട്, ഹാൻഡ് ഓവർ യുവർ കോട്ട് ഓൾസോ. നിങ്ങളുടെ ഒരു ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവാണെങ്കിൽ അവന് കോട്ടും കൂടെ കൊടുത്തേക്കുക. മനസ്സിലായി? ബൈക്ക് ചോദിച്ചുകൊണ്ട് വരുന്നവനും കാറുകൂടെ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞേക്കുക. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഇതോട്ടെ. ഞാൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലെന്ന് മാത്രമല്ല, പറയുന്നതിനൊരു മര്യാദ വേണ്ടേ. ഇത് മാത്രമല്ല, ഇത് ഈ ഈവിൾ ഡൂവറിനെ അല്ലെങ്കിൽ മോശം പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ എന്താ പറയുന്നത്, ഐ ടെൽ യു, ഡു നോട്ട് റെസിസ്റ്റ് ആൻ ഈവിൾ പേഴ്സൺ. ഒരാൾ നമ്മളെ ആക്രമിക്കാനായിട്ട് വരുക, നമ്മൾ സാധാരണ സിനിമയിലൊക്കെ ആണെങ്കിൽ ബച്ചാവോ എന്ന് വിളിച്ചുകൊണ്ട് ഓടും. അക്കോർഡിംഗ് ടു യേശു അയാളെ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ല, ഞാൻ നിങ്ങൾ പറയും ഇപ്പോൾ തമാശയാണ് പറഞ്ഞു, ഞാൻ തമാശയല്ല പറഞ്ഞത്. ഗോഡ് ഡെലൂഷനകത്ത് ഡോക്കൻസ് ഇതേ കണക്കൊരു കാര്യം പറയുന്നുണ്ട്. ഈവൻ റേപ്പ് അറ്റംപ്റ്റ് പോലും നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഒന്ന്, സൃഷ്ടിക്കെതിരെയുള്ള ഒരു നിലപാടാണത്. 2 അക്കോർഡിംഗ് ടു ഗിരിപ്രഭാഷണം, നിങ്ങളൊരു ഈവിൾ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി അല്ലെങ്കിൽ ഒരു അഗ്രസർ വരിക, ഒരു ഫാഷിസ്റ്റ് വരിക, ഒരു ഏകാധിപതി വരിക, അയാൾ ഒരുപാട് ഒപ്രസ് ചെയ്യുകയാണ് ജനങ്ങളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പീഡിപ്പിച്ചോളൂ. ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നല്ല കവിള് അടിച്ചോളൂ. ഇദ്ദേഹം ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ലെവലിലാണ്. ഇതൊക്കെയാണ് മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആൾ. അദ്ദേഹം എല്ലാവരോടും പറയുന്നത് അടി വാങ്ങിച്ചോളൂ, മരിച്ചോളൂ എന്നൊക്കെ പറയുമായിരുന്നു. ഇനി പ്രേ ഫോർ ദ പ്രോസിക്യൂട്ടേഴ്സ്. ഇനി വേറെ ഉണ്ട്. അതായത് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. യു ഹാവ് ഹേർഡ് ദാറ്റ് ഇറ്റ് വാസ് സെഡ്, ലവ് യുവർ നെയ്ബർ ആൻഡ് ഹേറ്റ് യുവർ എനിമി. അയൽക്കാരനെ സ്നേഹിക്കൂ. അത് ഇസ്രായേലി ജൂത സാഹിത്യത്തിലുള്ളതാണ്. ആൻഡ് ഹേറ്റ് യുവർ എനിമി.
ശത്രുവിനെ വെറുക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ? ബട്ട് ഐ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയുന്നു, ലവ് യുവർ എനിമീസ് ആൻഡ് പ്രേ ഫോർ ദോസ് ഹു പ്രോസിക്യൂട്ട് യു. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നൊരു വാർത്തയിൽ ഞാൻ കേട്ടു, പല പല ആളുകൾക്ക് പരാതി ഉണ്ടായിട്ടും ആരും പുറത്തു വരുന്നില്ല. അതൊരു പക്ഷേ ഈ സർമൺ ഓൺ ദ മൗണ്ട് കാരണം ആയിരിക്കുമോ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അറിയാൻ പറ്റില്ല. അപ്പോൾ വിവിധ തലങ്ങളിൽ ഈ ബുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ, ഇത് വായിച്ചിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബൈ ഐ ടെൽ യു ദാറ്റ് ലവ് യുവർ എനിമീസ് ആൻഡ് പ്രേ ഫോർ ദോസ് ഹു പ്രോസിക്യൂട്ട് യു. പെർസിക്യൂട്ട് യു, നോട്ട് പ്രോസിക്യൂട്ട് യു. പീഡകർ, മറ്റേത് വേറെയാണല്ലോ, വിസ്താരം. ദാറ്റ് യു മേ ബി ചിൽഡ്രൻ ഓഫ് യുവർ ഫാദർ ഇൻ ഹെവൻ. അങ്ങനെ നിങ്ങൾ പീഡകരോട് ക്ഷമിച്ചാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ അവർ ഭയങ്കര പൗരസ്വീകരണമായിരിക്കുന്നത്. 2 പന്തനാഴി. ഇതാണ് ഇദ്ദേഹം പറയുന്നത്. ഹി കോസസ് ഹിസ് സൺ ടു റൈസ് ഓൺ ഈവിൾ ആൻഡ് ഗുഡ് ആൻഡ് സെൻഡ് റെയിൻ ഓൺ ദ റൈച്ചസ് ആൻഡ് ദ അൺറൈച്ചസ്. എന്തൊക്കെയോ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇഫ് യു ലവ് ദോസ് ഹു ലവ് യു. അടുത്ത ചോദ്യം, ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഐ ലവ് യു 2, ഐ ലവ് യു 3 എന്നല്ലേ പറയുന്നത്. യേശു ചോദിക്കുകയാണ്, ഇഫ് യു ലവ് ദോസ് ഹു ലവ് യു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ വാട്ട് റിവാർഡ് വിൽ യു ഗെറ്റ്? അതിലെന്താ കാര്യം? അതിലെന്ത് നിങ്ങൾക്ക് കിട്ടാനാണ്? ആർ യു നോട്ട് ഈവൻ ടാക്സ് കളക്ടേഴ്സ് ഡൂയിങ് ദാറ്റ്? ടാക്സ് കളക്ട് ചെയ്യുന്നവരും ഇതൊക്കെ ചെയ്യത്തില്ലയോ? അവർ നിങ്ങളുടെ നിന്ന് ടാക്സ് വാങ്ങിക്കുന്നു, നിങ്ങൾക്ക് അതിനുള്ള സേവനം തരുന്നു. അല്ലേ, നമ്മളിപ്പോൾ അവിടെ പോയി ഇച്ചിരി സ്പിരിച്വൽ ആവുന്നു, നമ്മൾ ബില്ലടയ്ക്കുന്നു, നമുക്കൊരു കിക്ക് കിട്ടുന്നു, അവന് കുറേ പൈസയും കിട്ടുന്നു, ഒരു ഗിവ് ആൻഡ് ടേക്ക്. അതിലെന്ത് കാര്യം? സ്നേഹിക്കുന്നവരെയാണോ നമ്മൾ സ്നേഹിക്കേണ്ടത്? ആണോ? അതിനകത്ത് എന്ത് റിവാർഡെന്നാണ് പുള്ളി ചോദിക്കുന്നത്. അത് ഭയങ്കര, ഇതാണ് റെവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്. ഇഫ് യു ലവ് ദോസ് ഹു ലവ് യു, വാട്ട് റിവാർഡ് വിൽ യു ഗെറ്റ്? ആർ യു നോട്ട് ഈവൻ ടാക്സ് കളക്ടേഴ്സ് ഡൂയിങ് ദാറ്റ്? ആൻഡ് ഇഫ് യു ഗ്രീറ്റ് ഓൺലി യുവർ ഓൺ പീപ്പിൾ, വാട്ട് ആർ യു ഡൂയിങ് മോർ ദാൻ അതേഴ്സ്? നിങ്ങളുടെ ആൾക്കാരെ മാത്രം നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? ഡു നോട്ട് ഈവൻ പേഗൻസ് ഡു ദാറ്റ്. ഇതൊക്കെ പേഗൻസും ചെയ്യുന്നതല്ലേ? ബി പെർഫെക്റ്റ് ദെയർഫോർ ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം. ശത്രുവിനെ സ്നേഹിക്കണം എന്ന് എഴുതി വെക്കാനും പറയാനും എളുപ്പമാണ്. പക്ഷേ ശത്രുവിനെ സ്നേഹിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ വെറുക്കേണ്ട അവസ്ഥയും നിങ്ങളെ നശിപ്പിക്കേണ്ട അവസ്ഥയും വരും. അല്ലേ? നിങ്ങൾക്കെതിരെ ആയുധമായിട്ട് വരുന്ന ഒരാളെ, അല്ലെ നിങ്ങളുടെ നാശത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രു ആരാണ്? അയാളല്ല, നിങ്ങളാണ്. അല്ലേ? ഇപ്പം നിങ്ങൾ കയറി വരുന്നു, അല്ലെ നിങ്ങൾ എന്നെ ആക്രമിക്കാനായിട്ട് വരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റപ്പെടുത്തുന്നത് എന്നെയല്ലേ? എൻ്റെ സുരക്ഷയല്ലേ അവിടെ പോകുന്നത്? ഞാൻ എന്നെയാണ് ശത്രുവായിട്ട് കാണുന്നത്. സെൽഫ് അനൈലേഷനാണ് അവിടെ സംഭവിക്കുന്നത്. Be careful not to practice your righteousness in front of others to be seen by them. If you do, you will have no reward from your Father in heaven. ഇനി ആർക്കെങ്കിലും ദാനം കൊടുക്കുകയാണെങ്കിൽ യേശു പറയുന്നുണ്ട്, ഇതൊരിക്കലും മറ്റുള്ളവരുടെ എന്താ പറയുക, ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ടു ബി സീൻ. ആരും കാണെ കൊടുക്കരുത്. നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുക, സഹായം കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക, അത് ആരും കാണെ കൊടുക്കരുത്. കാരണം വെച്ചാൽ അങ്ങനെ കൊടുത്താണ് യു വിൽ ഹാവ് നോ റിവാർഡ് ഫ്രം യുവർ ഫാദർ ഇൻ ഹെവൻ. അതായത് ബൈബിളിൽ പറയുന്ന ഒരു കാര്യം, ലെറ്റ് നോട്ട് യുവർ റൈറ്റ് ഹാൻഡ് നോ വാട്ട് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഡസ് എന്ന് പറയുന്നത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. ബട്ട് വെൻ യു ഗിവ് അവേ ദ നീഡി, ഡു നോട്ട് ലെറ്റ് യുവർ ലെഫ്റ്റ് ഹാൻഡ് നോ വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഈസ് ഡൂയിങ്, സോ ദാറ്റ് യുവർ ഗിവിങ് മേ ബി ഇൻ സീക്രട്ട്, ദെൻ യുവർ ഫാദർ ഹു സീസ് വാട്ട് ഈസ് ഡൺ ഇൻ സീക്രട്ട് വിൽ റിവാർഡ് യു. അപ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ പിതാവ് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടൊരു ഹബിൾസ് ടെലസ്കോപ്പായിട്ട് അവിടെ ഉണ്ട്, പുള്ളി നിങ്ങൾക്ക് റിവാർഡ് തരും. ഇത് ഓക്കെ. ഇതിനകത്ത് ഒരർത്ഥം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഈ പല മോഡേൺ ചാരിറ്റി ആളുകളൊക്കെ ഇങ്ങനെ ഒരു പ്രദർശനപരത കാണിക്കാറുണ്ട്. ഞാനത് കൊടുത്തു ഇത് കൊടുത്തു എന്നുള്ള അവകാശപ്പെടുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ് ആണെന്ന് പറയാം. പക്ഷേ ഇതിന് വേറൊരു വഴിയുണ്ട്, ഒരിതുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ചില നല്ല സഹായങ്ങൾ, നല്ല ചാരിറ്റി, നിങ്ങൾ ധനികനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമായിട്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളത് എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവർക്കും ഇതേപോലെയുള്ള ഒരു മാനസികാവസ്ഥ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നതിനുള്ളൊരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഈ സഹായിക്കൽ, ഈ കോർപ്പറേറ്റ് സഹായങ്ങളൊക്കെ പോലെ ഒരു നിയമമാക്കാനായിട്ടുള്ള സാധ്യത, അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ.
അപ്പം ഇത് രഹസ്യമായിട്ടെല്ലാം ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു 50-50 കേസാണിത്. പ്രദർശനം പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കുന്നവനൊരു മോശമായിട്ട് ഫീൽ ചെയ്യില്ല എന്നൊക്കെ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില സഹായങ്ങൾ നമുക്ക് പരസ്യമായിട്ട് തന്നെ ചെയ്യുമ്പോൾ അത് പലരും വീണ്ടും അത് പിക്കപ്പ് ചെയ്തുകൊണ്ട് സഹായത്തിൻ്റെ പെരുമഴകളിൽ നമുക്ക് കുളിച്ച് കയറാനുള്ളൊരു അവസരം ഉണ്ടാവും. ഇനി നോക്കുക, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ പലപ്പോഴും ചിരിച്ചിട്ടുള്ള ഒരു കാര്യം. ഡു നോട്ട് സ്റ്റോർ അപ്പ് ഫോർ യുവർ സെൽഫ് ട്രഷർ ഓൺ എർത്ത് where moths and vermin destroy and where thieves break in and steal. ചെതലരിക്കുന്ന കള്ളന്മാർ മോഷിച്ചുകൊണ്ട് വരുന്ന സമ്പത്ത് ഈ ഭൂമിയിൽ നിങ്ങൾ ശേഖരിക്കരുത്. ബാങ്ക് അക്കൗണ്ടൊക്കെ ആയിട്ടിരിക്കുന്ന പലരും ഇങ്ങനെ ആലോചിക്കേ, ഇതിപ്പോൾ എങ്ങനെയാണ് ശരിയാവുക? ഡു നോട്ട് സ്റ്റോർ അപ്പ് ഫോർ യുവർ സെൽഫ് ട്രഷേഴ്സ് ഓൺ എർത്ത് വെർ മോത്ത്സ് ആൻഡ് ബെർമിൻ ഡിസ്ട്രോയ്. ചെതലൊക്കെ ഉണ്ടല്ലേ, വെർ തീവ്സ് ബ്രേക്ക് ഇൻ ആൻഡ് സ്റ്റീൽ. ബട്ട് സ്റ്റോർ അപ്പ് ഫോർ യുവർ സെൽഫ് ട്രഷർ ഇൻ ഹെവൻ. നിങ്ങളുടെ അക്കൗണ്ട് എവിടെ തുടങ്ങേണ്ടത്? ഇവിടെ കുമ്പനാട്ട ബാങ്കുകളിലല്ല, മറിച്ച് സ്വർഗ്ഗരാജ്യത്താണ് നിങ്ങളുടെ അക്കൗണ്ടുകൾ തുടങ്ങേണ്ടത്. എങ്ങനെയാണ്? അവനോട് അവൻ്റെ മഹത്വം വാഴ്ത്തി പാടിക്കൊണ്ട് അവൻ്റെ കരങ്ങളിൽ കൊതുകിനെ അടിച്ചു കൊന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അവിടെ സ്റ്റോർ ചെയ്യണം. ഫോർ വെയർ യുവർ ട്രഷർ ഈസ് there your heart will be also. എവിടെയാണോ നിൻ്റെ സമ്പത്തുള്ളത് അവിടെ നിൻ്റെ ഹൃദയം ഉണ്ടായിരിക്കും. അത് ശരിയാണ്. നമ്മളൊരു കോടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ സ്ഥലമായിരിക്കും. പക്ഷേ ഈ പുള്ളി പറഞ്ഞ രീതിയിലല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. പിന്നെ പുള്ളി ഒരു ഇത് പറയുന്നുണ്ട്, ദ ഐ ഈസ് ദ ലാമ്പ് ഓഫ് ദ ബോഡി. ഇഫ് യുവർ ഐസ് ആർ ഹെൽത്തി യുവർ ഹോൾ ബോഡി വിൽ ബി ഫുൾ ഓഫ് ലൈറ്റ്. ബട്ട് ഇഫ് യുവർ ഐസ് ആർ അൺഹെൽത്തി യുവർ ഹോൾ ബോഡി വിൽ ബി ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, if then the light within you is darkness, how great is the darkness. Okay, no one can serve two masters. Okay, anyway, ഇത് ഒന്ന് പറയുന്നത് സമ്പാദിക്കാൻ പാടില്ല, പ്ലാനിങ് പാടില്ല. അപ്പോൾ സമ്പാദിച്ചില്ലെങ്കിൽ if you don't save you cannot invest. If you don't invest you cannot produce. If you don't produce you cannot consume. If you don't produce you cannot have profit. If you don't have profit you cannot save it and invest again. ഇതിൻ്റെ സൈക്കിൾസ് പോവില്ല. പുള്ളി പറയുന്നത് സ്റ്റോർ ചെയ്യാൻ പാടില്ല, സേവ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ബാങ്കിലും സേവ് ചെയ്യാൻ പാടില്ല, സ്വിസ് ബാങ്കിൽ സേവ് ചെയ്യാൻ പാടില്ല. എങ്ങനെ ഒരു രാജ്യത്തിന് ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? എന്നാൽ നന്നായിട്ട് സേവ് ചെയ്യുകയും സംഭരിക്കുകയും സംരംഭം നടത്തുകയും കമ്പനികൾ ഉണ്ടാക്കുകയും ബോയിങ്ങും ആപ്പിളും മറ്റേതും ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് ഇതുമായിട്ട് ഈ ബുക്കുമായിട്ട് നടക്കുന്നത്. നോക്കൂ, ഗിരിപ്രഭാഷണം ഒന്ന് വായിച്ചു നോക്കൂ. അൺബിലീവബിൾ. For if you forgive other people when they sin against you, your heavenly Father will also forgive you. ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല. പഴയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെഞ്ച്ഫുള്ളാണ്, ബ്ലഡ് തേഴ്സ്റ്റിയാണ്. എന്തുവാ മോസസിലെ എന്താണ് സ്വർണ്ണക്കുട്ടനെ ഉണ്ടാക്കിയല്ലേ, ആ സമയത്ത് എമ്മാതിരി ശിക്ഷയാണ് കൊടുക്കുന്നത്. ഒരു കാര്യവും ക്ഷമിക്കാത്ത പ്രതികാരദാഹിയായ കോപാകുലനായ ഒരു ദൈവമാണ് പഴയ നിയമത്തിൽ. ഒരു നിയമവും തെറ്റിക്കില്ല, എല്ലാം പാലിക്കാനാണ് വന്നത് എന്ന് പറയുന്ന ക്രിസ്തു പറയുന്നത് എന്താണ്? For if you forgive other people when they sin against you, your heavenly Father will also forgive you. അപ്പോൾ ഫാദറിനെ മൊത്തത്തിൽ അങ്ങ് മാറ്റി. ഭയങ്കര പ്രതികാരദാഹിയും ഭയങ്കര ഹാർഷായിട്ടുള്ള ആ ദൈവത്തെ മൊത്തം മാറ്റിയിട്ട് ഒരു ദൈവത്തെ കൊണ്ടുവെക്കുകയാണ്. If you forgive other people when they sin against you, your heavenly Father will also. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് അവിടെ പുറത്തു കൊടുത്താൽ ദൈവവും നിങ്ങളോട് പുറത്തു കൊടുക്കും. അപ്പോൾ ഈ ദൈവം ഈ പാപത്തിന് അനുകൂലമാണോ? നമ്മളോട് ഒരാൾ പാപം ചെയ്യുന്നു, ക്രൂരത ചെയ്യുന്നു, നമ്മളെന്ത് ചെയ്യുന്നു? അത് പോട്ടറാ എന്ന് പറയുന്നു. അപ്പോൾ ദൈവം എന്താ പറയും? അത് പോട്ടറാ. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ ഈവിൾ അല്ലെങ്കിൽ പാപത്തിന് അനുകൂലമായ നിലപാടാണോ അദ്ദേഹത്തിനുള്ളത്? അപ്പോൾ പിന്നെ എന്താണ് പാപം? എവിടെങ്കിലും ഒന്ന് ഒക്കണ്ടേ ഇത്? there is no ഒപ്പിക്കൽ there. then ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. when you fast do not look somber. അറിയാണ്, okay, as the hypocrites do, for they disfigure their face to show others they are fasting. ചിലപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മുഖമൊക്കെ ഇങ്ങനെ ചുളിച്ച് അല്ല ക്ഷീണമൊക്കെ അഭിനയിച്ച് നടക്കരുത് കേട്ടോ, അത് മോശമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ട്രൂലി ഐ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയട്ടെ സത്യമായിട്ടും, they have received their reward in full. But when you fast, put oil on your head and wash your face, so that it will not be obvious to others that you are fasting, but only to your Father. ഇനി നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമോ ഒക്കെ ഇച്ചിരി ക്ഷീണമൊക്കെ വരുവാണെന്നെങ്കിൽ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ
ഒരു ബ്യൂട്ടി പാർലറിൽ പോയി നല്ല സെറ്റപ്പായി എണ്ണയൊക്കെ തേച്ച് നല്ല പഴയ നസീർ മോഡലൊക്കെ ചീപ്പിയൊക്കെ കുട്ടപ്പനായിട്ട് ഇറങ്ങും. ഫാസ്റ്റിംഗ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ആര് കാണും? ഹബിൾ ടെലസ്കോപ്പ് വഴി അദ്ദേഹം കാണും, നിങ്ങൾക്ക് റിവാർഡ് കൊടുക്കും. എല്ലാം രഹസ്യമായിട്ട് ചെയ്യണം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖമൊന്നും മോശമായിട്ട് കാണിക്കാൻ പാടില്ല, ക്ഷീണം അഭിനയിക്കാൻ പാടില്ല, തുപ്പി നടക്കാൻ പാടില്ല. കൊള്ളാം, തുപ്പാതിരിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ബാക്കിയൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ മഹാത്മാഗാന്ധിക്ക് ഇതെല്ലാം പിടികിട്ടിയിട്ടുണ്ട്. ഇനി ഇൻസെൻറ്റിവൈസിങ് ഇൻഡോളൻസ്, അലസതയെ, കെടുകാര്യസ്ഥതയെ, ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മഹത്തായ മോറൽ തിയറിയാണ് വരാൻ പോകുന്നത്. Therefore I tell you, do not worry about your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കെയർ ചെയ്യേണ്ട. പോട്ടെ. വാട്ട് യു വിൽ ഈറ്റ് ഓർ ഡ്രിങ്ക്, എന്ത് കഴിക്കുന്നോ എന്ത് കുടിക്കുന്നോ നിങ്ങൾ കെയർ ചെയ്യേണ്ട. ഓർ അബൌട്ട് യുവർ ബോഡി, ശരീരം, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. വാട്ട് യു വെയർ, നിങ്ങൾ എന്തിടുന്നു, ടീഷർട്ടാണോ ജുബ്ബയാണോ ഒന്നും നോക്കണം, മരവുരിയാണോ ഒന്നുമില്ലേ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഈസ് നോട്ട് ലൈഫ് മോർ ദാൻ ഫുഡ്, ആഹാരത്തെക്കാളൊക്കെ എത്രയോ വലുതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് ദ ബോഡി മോർ ദാൻ ക്ലോത്ത്സ്, ലൈഫാണ് ഈ ആഹാരത്തെക്കാളും കുടിക്കുന്ന ദ്രാവകത്തെക്കാളും എല്ലാം വലിയ സംഭവം എന്നാണ്. എന്നിട്ട് പുള്ളിയുടെ ഉദാഹരണമാണ് ഭയങ്കര ഭീകരമായൊരു ഉദാഹരണമാണ്. ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഓഫ് ദ എയർ, ആകാശത്തെ പറവകളെ നോക്കൂ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സംഭരിക്കുന്നില്ല, അതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അവർക്ക് ബാങ്കിങ് ഉണ്ടോ? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ICICI ഒന്നുമില്ല. അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇങ്ങനെ ചെയ്യണം, വളരെ ഇതായിട്ട് നിൽക്കുക. ഇതിനൊന്ന് വസ്ത്രം, എന്ത് വസ്ത്രമായാലും എന്താണ്, വസ്ത്രം ഇല്ലെങ്കിൽ എന്ത്, ഒരു പ്രശ്നമില്ല. ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഓഫ് ദ എയർ, ദേ ഡു നോട്ട് സോ ഓർ റീപ്പ് ഓർ സ്റ്റോർ അവേ ഇൻ ബാൺസ് ആൻഡ് യെറ്റ് യുവർ ഹെവൻലി ഫാദർ ഫീഡ്സ്. എന്നിട്ടും അവരെ ഇതൊന്നും ചെയ്തിട്ടും സ്വർഗസ്ഥനായ പിതാവ് അവരെ എല്ലാം ഊട്ടുന്നില്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് വിസയൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ പോകുന്നത്? ഇവിടെ നിന്നാൽ പോരെ, സാധനം ഡയറക്റ്റ് പൈപ്പ് ലൈൻ വഴി നിങ്ങളുടെ എത്തിക്കും എന്നുള്ളതാണ്. ആർ യു നോട്ട് മച്ച് മോർ വാല്യുബിൾ ദാൻ ദേ? ഈ പറവകളെക്കാളെല്ലാം കുറച്ചുകൂടെ മൂല്യമുള്ള ആളുകളല്ലേ നിങ്ങൾ? ആർ യു നോട്ട് മച്ച് മോർ വാല്യുബിൾ ദാൻ ദേ? ക്യാൻ എനി വൺ ഓഫ് യു ബൈ വറിയിങ് ആഡ് എ സിംഗിൾ അവർ ഓഫ് യുവർ ലൈഫ്? ഇതാണ് ഭയങ്കര ചോദ്യം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് വറി ചെയ്യുന്നതിലൂടെ ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കൂടെ കൂട്ടി ചേർക്കാൻ പറ്റുമോ? വറി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് വറി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന പ്ലാനിങ് ആണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പറ്റില്ലേ? ഇപ്പോൾ ഷുഗർ ആയിട്ടുള്ള ഒരാൾ, അല്ലെ ഡയബറ്റീസ് ഉള്ള ഒരാൾ, അയാൾ രാവിലെയും വൈകുന്നേരം നടക്കാൻ പോകുന്നു, അവരുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നു. ഒരു 1-2 മണിക്കൂറൊക്കെ ആഡ് ചെയ്തൂടെ ജീവിതത്തിലേക്ക്? മണിക്കൂറുകളോ മാസങ്ങളോ ദിവസങ്ങളോ ആഡ് ചെയ്യാം, അല്ലേ? പല കാര്യങ്ങളിൽ നിന്ന് മാറിയുന്നുണ്ട്. നമുക്ക് ഹെൽത്ത് നിയന്ത്രിച്ചുകൊണ്ട് നമ്മളുടെ പ്രവർത്തനത്തിലൂടെ, ആസൂത്രണത്തിലൂടെ, എക്സസൈസിലൂടെയൊക്കെ നമ്മളുടെ പോസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിത ദൈർഘ്യത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, പലതും ഒഴിവാക്കാൻ സാധിക്കും. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് എന്താണ് തെളിവ്? 1919, 11, 20 പീരീഡിൽ കേവലം 26 വയസ്സാണ് ഈ തിരുവിതാംകൂർ ഈ ഭാഗം വരെയുള്ള സ്ഥലങ്ങളിലെ ആയുസ്. ഇന്നത് 76. ഇപ്പോൾ ഇവിടെ ഈ ഭാഗം മാത്രം എടുത്താൽ 80 ആയിട്ടുണ്ടാവും. അത് ഇതിന് ഘടകവിരുദ്ധമാണ്. മാത്രമല്ല മനുഷ്യരെ അലസരാവാൻ ആഹ്വാനം ചെയ്യണേ. ഈ അലസരാവുന്ന മനുഷ്യർ വെറും അലസരാവാനല്ല, ഇനി വർക്ക് ചെയ്യാൻ പറയുന്ന വേറൊരു ഭാഗമുണ്ട്. അത് എന്ത് വർക്കാന്ന് ഞാൻ പറയാം. ഡോണ്ട് വറി അബൌട്ട് ടുമാറോ. ആഹാ, ഈ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നാൽ മതി, അല്ല ഇങ്ങനെ നടന്നാൽ മതി. നാളെക്കുറിച്ച് ആകാശത്തെ പറവകളെ പോലെ. ഒന്ന്, ഇവരാരും ചെയ്യാറുണ്ടോ എന്നുള്ളത്. യേശുവിനും വേണ്ടി വന്നു പൊരിച്ച ചുട്ട മാംസവും ചുട്ട മത്സ്യവും പിന്നെ തേനും ഏതാണ്ടൊക്കെ സാധനം അദ്ദേഹത്തിന് വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഈ സ്വർഗസ്ഥനായ പിതാവ് എത്തിച്ചു കൊടുത്തതൊന്നും അല്ലത്. അതൊക്കെ മീൻ പിടിച്ച ആളുകൾ കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്ന് ചുട്ടെടുത്ത് വിറക് കൂട്ടി ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താണ്. ബട്ട് പുള്ളി അത് മാനിക്കുന്നില്ല. ആൻഡ് വൈ ഡു യു വറി അബൌട്ട് ദ ക്ലോത്ത്സ്? സീ ഹൗ ദ ഫ്ലവേഴ്സ് ഓഫ് ദ ഫീൽഡ് ഗ്രോ, ദേ ഡു നോട്ട് ലേബർ ഓർ സ്പിൻ. അടുത്ത ഉദാഹരണം, ഭീകരം. നിങ്ങൾ എന്തിനാണ് വസ്ത്രങ്ങളെക്കുറിച്ച് ഇത്രയധികം ദുഃഖിക്കുന്നത്? നിങ്ങൾ ഈ നോക്കൂ, സീ ഹൗ ദ ഫ്ലവേഴ്സ് ഓഫ് ദ ഫീൽഡ്, ഈ പൂക്കളെ നോക്കൂ. അവർ നെയ്യാനൊന്നും പോകുന്നില്ലല്ലോ.
അവർ നല്ല സുന്ദരന്മാരും സുന്ദരിമാരില്ലേ, പൂക്കൾ. ഇതൊക്കെ സിംബോളിക്കാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റായിട്ട് എടുത്താലും സിംബോളിക്കായിട്ട് പറഞ്ഞാലും ഇതൊന്നും ദിസ് മേക്ക് സെൻസ്. Yet I tell you, not even Solomon in his splendor was dressed like one of these. If that is how God clothes the grass of the field, which is here today and tomorrow is thrown into the fire, will he not much more clothe you, you of little faith? ആക്ച്വലി യേശുവിന് ഭയങ്കരമായിട്ട് വസ്ത്രം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ വസ്ത്രം ധരിച്ച യേശുവിനെയാണ് ഈ സിനിമയിലൊക്കെ കാണിക്കുന്നത്. വസ്ത്രവും മേലങ്കി എല്ലാം ഉണ്ടായിരുന്നു. പുള്ളി എന്നിട്ട് പൂക്കളെ നോക്കൂ, പുല്ലിനെ നോക്കൂ, അതിനൊക്കെ വസ്ത്രം ഉണ്ടോ എന്നൊക്കെ ആളുകളോട് ചോദിക്കുകയാണ്. സോ ഡു നോട്ട് വറി സെയിങ് വാട്ട് ഷാൽ ഐ ഈറ്റ്, ഞാൻ എന്ത് കഴിക്കും എന്നുള്ളതിനെക്കുറിച്ച് വറി ചെയ്യാതിരിക്കുക. ഓർ വാട്ട് ഷാൽ ബി ഡ്രിങ്ക്, നമ്മൾ എന്ത് കുടിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. വാട്ട് ഷാൽ ബി വെയർ, ഇതൊന്നും ചിന്തിക്കാതിരിക്കുക. അപ്പം ഞാൻ ഒരു ഇതിൽ തന്നെ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ മുഖത്ത് ആർക്കും തന്നെ വലിയ ടെൻഷനും വറിയൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു കാരണം അടുത്ത ആഹാരം എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ്. അടുത്ത നെക്സ്റ്റ് മീൽ എവിടെ നിന്ന് വരുന്നു എന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖം ഭയങ്കരമായിട്ട് ഇതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജീവിതമാണ് നമ്മൾ നേരിടുന്നത്. അതിനകത്ത് കുറേ റിസ്ക്, പണ്ടാണ് പറഞ്ഞത് കുറച്ച് റിസ്ക് ഉണ്ട്. അവിടെയാണ് ഇദ്ദേഹം പറയുന്നത്, ഡു നോട്ട് വറി അബൌട്ട് വാട്ട് ഷാൽ ബി ഈറ്റ് ഓർ വാട്ട് ഷാൽ ബി ഡ്രിങ്ക് ഓർ വാട്ട് ഷാൽ ബി വെയർ, ഫോർ ദ പേഗൻസ് റൺ ആഫ്റ്റർ ഓൾ ദീസ് തിങ്. പഴയ ആൾക്കാർ, ഈ ക്രിസ്ത്യാനികൾക്ക് മുന്നേ ഉള്ള വിശ്വാസികളൊക്കെ ഉണ്ടല്ലേ, അവരിതിൻ്റെ എല്ലാം പുറകെ ഓടി നടന്നു. ആൻഡ് യുവർ ഹെവൻലി ഫാദർ നോസ് ദാറ്റ് യു നീഡ് ദം. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് ഹെവൻലി ഫാദറിനെ അറിയാം. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യും? പുള്ളി ഇതെല്ലാം നിങ്ങളുടെ എത്തിക്കും. വസ്ത്രം ഇല്ലാത്ത മനുഷ്യരല്ലായിരുന്നു ആദ്യം. അന്ന് ഹെവൻലി ഫാദറിന് ഈ നോളജ് ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഓക്കെ, therefore do not worry about tomorrow, for tomorrow will worry about itself. അടിപൊളി തഗ്. Do not worry about tomorrow, for tomorrow will worry about itself. നാളെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നാളെക്കുറിച്ച് സ്വയം വറി ചെയ്തോളൂ. ഓക്കെ, ഈച്ച് ഡേ ഹാസ് ഇനഫ് ട്രബിൾ ഓഫ് ഇറ്റ്സ് സൺ. ഇനി യേശുവിൻ്റെ ഒരു പെറ്റ് വാചകമാണ്, ഡോണ്ട് ത്രോ യുവർ പേൾസ് ടു പിഗ്സ്. ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പവിഴങ്ങളെടുത്ത് പന്നികൾക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കരുത്. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജെൻറ്റൈൽസിനെയാണ്, അന്യമതസ്ഥർ, പുറം ജാതിക്കാർ. അവർക്ക് നിങ്ങൾ ശുശ്രൂഷ കൊടുക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ രോഗം നുള്ളിയെടുക്കാനുള്ള കഴിവ്, ട്രീറ്റ് ചെയ്യാനുള്ള കഴിവ്, അത് ആർക്കാണ് കൊടുക്കേണ്ടത്? ജ്യൂസിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം. ജ്യൂസിലെ തന്നെ പർട്ടിക്കുലർ ഒരു സെക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അദ്ദേഹം പറയുന്നത്, ഡു നോട്ട് ജഡ്ജ് ഓർ യു ടു വിൽ ബി ജഡ്ജ്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ജഡ്ജിമാരൊക്കെ എന്ത് ചെയ്യും? ഒരു ക്രിസ്ത്യൻ ജഡ്ജ് വിധി പ്രസ്താവിക്കാൻ പറ്റില്ല. ഇനി അല്ലാതെ ഈ വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയുന്നതാണ്. നമ്മൾ പറയാം നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങളും ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശരിയല്ല എന്ന് പറയാതിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമില്ല. അങ്ങനെ നമുക്കൊരു ഒത്തൊരുമിച്ച് ആരെയും വിധിക്കാതെ നമുക്ക് പോവാം. അങ്ങനെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്തൊരു അന്ന പരിപാടിയാണ് എന്ന് പറയേണ്ടടുത്ത് പറയണ്ടേ? യേശു പറയുന്നത് വിധിക്കരുതെന്ന്. വിധിക്കരുത്, കൊതിക്കരുത്. അത് ശരിയാവോ? അത് വിധിക്കേണ്ടത് നമ്മൾ വിധി പറയും അല്ലേ? വിധി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? നമുക്ക് വിധികൾ കിട്ടുന്നുണ്ട്, നമ്മൾ വിധിക്കപ്പെടുന്നുണ്ട്. വിധിക്കുകയും വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകത്ത് ഒരാൾ എന്ന് പറയുകയാണ് വിധിക്കരുത്, വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും, അതുകൊണ്ട് വിധി എനിക്കിഷ്ടമല്ല. സോ വാട്ട് യു മീൻ ബൈ ദാറ്റ്? നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ വിധിയുണ്ട്, അല്ലാതെയും വിധിയുണ്ട്. ഡു നോട്ട് ജഡ്ജ്. എന്നിട്ട് യേശു തന്നെ ബൈബിളിൽ ചറവറ വിധിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ബൈബിൾ എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ്റെ എന്താ പറയുക, ജില്ലാ സമ്മേളനം എന്നല്ല പറയണത്, ദേശീയ സമ്മേളനമാണ്. ഓരോരുത്തർ പറയുന്നതല്ല മറ്റൊരിടത്ത് പറയുന്നത്. യേശു ഒന്ന് പറയും, യേശു അത് തന്നെ ചവിട്ടിക്കൂട്ടി കളയുന്നത്. അത് പോട്ടെ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നിയമത്തിൽ ഒരു സാധനം കുത്തും കോമം പോലും മാറാൻ സമ്മതിക്കത്തില്ല, ഞാൻ നടപ്പിലാക്കാനാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ പറയുന്നു അങ്ങനല്ല. എല്ലാം ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് എന്നാൽ ഞാൻ പറയുന്നു അങ്ങനല്ല. ഇയാൾ എല്ലാ കുത്തും കോമയും എല്ലാ മാർക്കുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. When do you look at the speck of a sawdust in your brother's eye and pay no attention to your plank in your eye? ഇദ്ദേഹം പറഞ്ഞെന്തോ അറിയോ? നിങ്ങളുടെ കണ്ണിലെ കരട് വെച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണിലെ കോല് വെച്ചുകൊണ്ട് മറ്റുള്ള ഒരുത്തൻ്റെ കണ്ണിലെ കരടിനെ കുറിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അത് കേൾക്കുമ്പോൾ ശരിയാണ്. നിൻ്റെ ഇത് വെച്ചുകൊണ്ട് നീ അവനെ കുറ്റപ്പെടുത്തും. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗോവിന്ദച്ചാമി ഡാഷ് പറഞ്ഞാലും ഡാഷ് ആണെങ്കിൽ അത് ഡാഷായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്.
അപ്പം ഒരാൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു കുറ്റമുണ്ട് അല്ലെ നമുക്കൊരു ന്യൂനത ഉണ്ട് എങ്കിലും നമ്മളൊരു കാര്യം കോൾ ഔട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ആരാണ് എന്താണ് അയാൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നൊക്കെയുള്ള പഴയ ചോദ്യം. അതൊരു പാരമ്പര്യ സമൂഹത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. നിനക്ക് ഇവിടെ പഠിക്കാൻ അർഹതയില്ല, നിനക്ക് അതിന് അർഹതയില്ല എന്ന് പറയുന്ന ഒരു പാരമ്പര്യവാദമാണ് ഈ മൊറാലിറ്റിയുമായിട്ട് ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതാണോ നീ അത് പറയരുത്, നിനക്കതിനുള്ള അർഹതയില്ല, നീ ഇത്രയും തെറ്റ് വെച്ചുകൊണ്ട് നീ എന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ്. ഇറ്റ്സ് ഒരു മോറൽ പ്രീച്ചിങ് അല്ല. നമുക്ക് കുറ്റങ്ങളുണ്ടാവാം എന്ന് വെച്ച് എന്നുവെച്ചാൽ അപ്പം നമ്മളെക്കാൾ കൂടിയ കുറ്റമുള്ള ആൾ. ഇപ്പോൾ ഇന്നലെ ഒരു മന്ത്രി, കേരളത്തിലെ ഒരു മന്ത്രിയുടെ അടുത്ത് ചോദിച്ചു, അദ്ദേഹം ഒരു തൻ്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം വന്ന് ഇത് കൊണ്ടുവന്ന് കൊടുത്ത് ചോദിച്ചു, ഒരു എന്താണ് പറയുന്നത്, മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? അവിടെ അദ്ദേഹം പറഞ്ഞത് അതൊന്നും ഇവിടെ അല്ല, നമ്മളിപ്പോൾ ഇവിടെ വേറെ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, നല്ല ആളോടാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ. ക്യൂരിയോസിറ്റി ആണെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ പറയാം. ഈ മാൻകൂട്ടത്തിനെ കുറിച്ച് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഞാൻ വേണമെങ്കിൽ പിന്നെ പറയാം, ഇപ്പം പറഞ്ഞ് ഡിസ്മിസ് ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ അടി എഴുതിയിരിക്കുന്നത് നല്ല ആളിനോടാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഗതികൾ ഡയലോഗുകൾ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ആരോടും ചോദിക്കാം, ആർക്കും പറയാം. പറയുന്നത് ശരിയാണോ തെറ്റാണോ നോക്കിയാൽ പോരെ. പുള്ളി അങ്ങനെയല്ല പറയുന്നത്, നിന്റെ കണ്ണിൽ ഇത് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഡു നോട്ട് ഗീവ് ഡോഗ്സ് വാട്ട് ഈസ് സീക്രട്ട്, ഡു നോട്ട് ത്രോ പേൾ ടു പിഗ്സ്. വിശുദ്ധമായത് പട്ടികൾക്ക് ഇട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ പവിഴങ്ങൾ പന്നിയുടെ മുന്നിലേക്ക് വലിച്ചെറിയരുത് എന്നൊക്കെ പറയുന്നത് മറ്റുള്ള റേഷ്യൽ സാധനം തന്നെയാണ്. ഇതാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ മഹത്വം, റേസിസം. ഇനി നിങ്ങൾ പറഞ്ഞില്ലയോ, അലസതയാണ് ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. അലസത മാത്രമല്ല, ആക്ടിവിസം വേണം, വർക്ക് വേണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതെന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു, സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ദ ഡോർ വിൽ യു ഓപ്പൺ. മുട്ടുവൻ തുറക്കപ്പെടും, ചോദിക്കുവൻ നിറവേറ്റപ്പെടും. പിന്നെ എന്തോ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട്. പിന്നെന്താണ്? നോക്ക് ആൻഡ് ദ ഡോർ വിൽ യു ഓപ്പൺ ടു യു. മുട്ടിക്കൊണ്ടേയിരിക്കുക. ഇത് എവിടെ മുട്ടണമെന്ന് അറിയാവോ? മേളിലോട്ട്. തരണേ 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 തരണേ. ഇതിങ്ങനെ ചെയ്യണം. ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾ ഇച്ചിരി ക്ഷീണം, 10 പ്രാവശ്യം പ്രാർത്ഥിച്ചു കിട്ടിയില്ല, ഇച്ചിരി ക്ഷീണമൊക്കെ വരും. വീണ്ടും വന്നിട്ട് മുട്ടുവിൻ തുറക്കപ്പെടും. ഇപ്പോൾ വർക്കായി. ഇപ്പോൾ അലസതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല, വർക്ക് ചെയ്യുന്നതിനെ പുള്ളി അനുകൂലമാണ്. അങ്ങനെ നിരന്തരമായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുക സ്വർഗത്തിൻ്റെ വാതിൽ. അപ്പോൾ പണിയില്ലാതെ വെറുതെ ഇരിക്കാൻ യേശു പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി ചെയ്യാൻ പറഞ്ഞ പണി ഇതാണ്. ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു ആൻഡ് സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്. അന്വേഷിപ്പിൻ കണ്ടെത്തപ്പെടും. നോക്ക് ആൻഡ് ദ ഡോർ വിൽ ബി ഓപ്പൺ ടു യു. എത്ര കവിതാത്മകമായ വരികൾ. ബട്ട് ഇതിനകത്ത സാധനം ഇതാണ്. ഫോർ എവറി വൺ ഹൂ ആസ്ക് റിസീവ്സ്. അദ്ദേഹം വേറെന്ന് പറയുന്നുണ്ട്, ചോദിക്കുന്നവർക്കെല്ലാം കിട്ടാറുണ്ട്. ചോദിക്കുന്നവർക്കെല്ലാം കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ആൻഡ് വൺ ഹു സീക്സ് ഫൈൻഡ്. അന്വേഷിക്കുന്നവരെല്ലാം കണ്ടെത്താറുമുണ്ട്. നമ്മൾ രാവിലെ സ്വന്തം കണ്ണാടി പോലും കണ്ടെത്താനായിട്ട് രാവിലെ ബഹളം ഒരുപാടുണ്ടായിട്ട് ഇല്ലാതെ പുതിയ ഓർഡർ ചെയ്യുന്ന മനുഷ്യരുള്ള ലോകത്താണ്. ആൻഡ് ടു ദ വൺ ഹു നോക്സ് ദ ഡോർ വിൽ ബി ഓപ്പൺഡ്. മുട്ടുന്നവൻ്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെടുമെന്ന് പറയുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളെ നിത്യനരകമല്ല, നിത്യ പ്രാർത്ഥനാ തൊഴിലാളികളായിട്ട് ജീവിതാവസാനം വരെ ഇങ്ങനെ ആക്കി തീർക്കാൻ, എങ്ങനെ ഒരുമാതിരിയല്ല കട്ട് ചെയ്തിടുക എന്ന് പറയുമല്ലേ. മോഹൻലാലിൻ്റെ താളവട്ടത്തിൽ ഒരവസ്ഥയുണ്ടല്ലോ, ആ രീതിയിലേക്ക് ഒരു സ്പിരിച്വൽ പാരാലിസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അങ്ങിട്ട് അവസാനം വരെ ഈ ജീൻ അടുത്ത ജന്മത്തിലേക്കും അടുത്ത തലമുറയിലേക്കും പകർത്തി കൊടുക്കുക. സോ ഇതാണ് അദ്ദേഹം പറയുന്നത്, മുട്ടുവിൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇനി ആരെയും വിധിക്കാൻ പാടില്ല എന്ന് പറയുന്ന പുള്ളി പറയുന്നുണ്ട്, ബിവെയർ ഓഫ് ഫാൾസ് പ്രോഫറ്റ്സ്. വ്യാജ പ്രവാചകന്മാരെ കരുതിയിരിക്കുക. വാച്ച് ഔട്ട് ഫോർ ഫാൾസ് പ്രോഫറ്റ്സ്. ദേ കം ടു യു ഇൻ ഷീപ്സ് ക്ലോത്തിങ്. അവർ ആട്ടുംതോലിട്ട ചെന്നായെ പോലെ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെ വിധിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഇൻവേർഡ്ലി ദേ ആർ ഫെറോഷ്യസ് വൂൾസ്. അവർ അകത്ത് വളരെ ക്രുദ്ധരായ ചെന്നായ്ക്കളാണ്. ബൈ ദെയർ ഫ്രൂട്ട് യു വിൽ റെക്കഗ്നൈസ് ദം. ഡു പീപ്പിൾ പിക്ക് ഗ്രേപ്സ് ഫ്രം thorn bushes
ഓർ ഫിഗ്സ് ഫ്രം ത്രിസിൽസ്. ഇത് പുള്ളി പറയുന്ന ഓരോ ഇതിനകത്ത് വലിയ ബയോളജിയൊക്കെ വളരെ കഷ്ടമാണ്, എന്നാലും പോട്ടെ. ലൈക്ക് വൈസ് എവരി ഗുഡ് ട്രീ ബെയേഴ്സ് ഗുഡ് ഫ്രൂട്ട്, ബട്ട് ദ ബാഡ് ട്രീ ബെയേഴ്സ് ബാഡ് ഫ്രൂട്ട്. നല്ല മരം നല്ല ഫലം നൽകും, മോശം മരം മോശം ഫലം നൽകും. നല്ല പ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറിയണം, ചില പ്രവാചകന്മാർ വ്യാജമാണ്. ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇത് ജഡ്ജ് ചെയ്യാത്ത ആൾ ജഡ്ജ് ചെയ്യുമെന്ന് പറയും. ഇനി റിച്വൽസ് ആൻഡ് കസ്റ്റംസ് ആർ നോട്ട് ഇനഫ്. ഇനിയിപ്പോൾ വലിയ വസ്ത്രങ്ങളും കൂദാശയും, ഇപ്പോൾ തന്നെ കൂദാശയുടെയോ റിച്വൽസിനെ കുറിച്ച് ഭയങ്കര അടിയാണ്. ഓരോ പള്ളികളിലൊക്കെ ഇതേ കണക്കുള്ള പള്ളികൾ ഒക്കെ നമ്മൾ പടത്തിൽ കാണുമ്പോൾ സദസ്സിനെ അഭിമുഖീകരിച്ച് പ്രാർത്ഥിക്കണോ അതോ സദസ്സിനെതിരായി നിന്ന് പ്രാർത്ഥിക്കണോ എന്ന് പറഞ്ഞാണ് അടിച്ച് അച്ഛന്മാരെയൊക്കെ കുറ്റിയൊക്കെ അടിച്ച് പൊട്ടിക്കുന്നത്. ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത്, അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞാണ് അടിക്കുന്നത്. അതാണ് ഈ റിച്വൽസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള തർക്കമാണ്. True and false disciples. Not everybody who says to me, Lord, Lord, will enter the kingdom of heaven, but only the one who does the will of my Father who is in heaven. അതായത് എൻ്റെ പുറകെ നടന്ന് അല്ലെങ്കിൽ നമ്മുടെ പുറകെ വന്ന് ഗുരു ഗുരു എന്ന് വിളിച്ച് നടക്കുന്നവരും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരും ഒന്നും തന്നെ അവരൊന്നും സ്വർഗരാജ്യത്തെത്തില്ല. മറിച്ചെന്താണ്? ബട്ട് ഓൺലി വൺ ഹു ഡസ് ദ വിൽ ഓഫ് മൈ ഫാദർ. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ നിയമം നടപ്പിലാക്കുന്നവർ മാത്രമേ എത്തുവാനാണ്. Then I will tell them plainly, I never know. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, many will say to me on that day. അതായത് വിധിന്യായ ദിവസമാണ്. Lord, Lord, did we not prophesy in your name, and in your name drive out demons, and in your name perform many miracles? അയ്യോ ഗുരുവേ, അങ്ങയുടെ പേരിൽ ഞങ്ങൾ ഒരുപാട് സാത്താന്മാരെ ഒഴിച്ചു വിട്ടു, ഒരുപാട് ശുശ്രൂഷ ചെയ്തു, ഒരുപാട് റിച്വൽസ് ചെയ്തു, അങ്ങ് ഞങ്ങളെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് റിച്വലിസ്റ്റുകൾ വരും. അപ്പോൾ ഞാൻ പറയും, then I will tell them plainly, വളരെ കൃത്യമായിട്ട് പറയും, I never knew you. നിന്നെ ഞാൻ ഒരിക്കലും അറിയുന്നില്ല. Away from me, you evil doers. പിശാചുക്കളെ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകും. ഈ പുരോഹിതന്മാരോടൊക്കെ പറയുമെന്നാണ് പറയുന്നത്. കാര്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെ ആത്മാർത്ഥമായിട്ട് റിച്വൽസ് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നില്ല. ഇതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നില്ല. പണ്ടില്ലേ സ്കൂൾ ഡ്രൈവറുടെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുടിയനായ ലാസർ ഒരു കഥയില്ലേ, നിങ്ങൾ പത്തനംതിട്ടക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നും. അദ്ദേഹം ഒരു സ്കൂൾ ബസ് ഓടിക്കുകയായിരുന്നു. സ്കൂൾ ബസ് ഓടിക്കുക എന്ന് വെച്ചാൽ ഫുൾ കുടിയാണ്. കുടി എന്ന് പറഞ്ഞാൽ കുടി ഒരു കുടികാരൻ. അപ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും വണ്ടി ഓടിക്കാനൊന്നും നല്ല രീതിയിൽ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, ലോക്കൽ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മാർക്ക് ഡാഷ് 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 ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു. ഈ ലാസറായ ഡ്രൈവർ ലാസറും മരിച്ചു. രണ്ടുപേരും സ്വർഗരാജ്യത്തിൻ്റെ അവിടെ ഇങ്ങനെ മുട്ടി നിൽക്കുക, പർഗേറ്ററിയിൽ നിൽക്കുക. അപ്പോൾ പർഗേറ്ററിയിൽ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഏജൻറ്റ് വന്ന് പറഞ്ഞു, പുള്ളി പറഞ്ഞു, ലാസർ ഗോ ടു ഹെവൻസ് എന്ന് പറഞ്ഞു. അന്നേരം ലാസർ ഇങ്ങനെ പോകുന്നു. ഈ അച്ഛനാകെ സ്റ്റണ്ടായിപ്പോയി. എടാ നീ ഞാൻ ഇത്രയും. എന്നിട്ട് അച്ഛൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു ഗോ ടു ഹെൽ. അച്ഛനാകെ അങ്ങ് പറയടാ, ഞാൻ ഇത്രയും വലിയ മറ്റേത് മറിച്ചതൊക്കെ. ഹെല്ലിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ് പുള്ളി, ലോക്ക് ചെയ്ത് അവിടെ ഇട്ടിരിക്കുകയാണ്. അല്ലേ, നമ്മുടെ ഈ റബ്ബറിൻ്റെ വണ്ടി പിടിച്ചിരുന്നോണം പുള്ളി അവിടെ ഇട്ടിരിക്കുകയാണ്, പാർക്ക് ചെയ്തിരിക്കുക. ഞാൻ പുള്ളി ചോദിച്ചു, അതിൻ്റെ ഒരു ഏജൻറ്റിനോട് ചോദിച്ചു, ഇത് എന്ത് പരിപാടിയാണിത്, ഇവിടുത്തെ പരിപാടിയാണ്, ഡാഷ് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അന്നേരം ഈ യമലോകത്ത് എന്താണ് പുള്ളി അതിൻ്റെ ഏജൻറ്റ് പറഞ്ഞു, എനിക്ക് അറിയണം എന്തുകൊണ്ടാണ് ഈ ലാസറിന് സ്വർഗവും ഇത്. ഞാൻ പറയാം, അച്ഛൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ എല്ലാവരെയും അങ്ങയിലേക്ക് സ്വർഗരാജ്യത്തേക്ക് കൊണ്ടുപോകാനായിട്ടും അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു, ഈ ദൂരം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അന്നേരം ചോദിച്ചു, വിജയിച്ചോ എന്ന് ചോദിച്ചാൽ കുറേ പേരെയൊക്കെ ഞാൻ ആക്കി. പിന്നെ ഒരുപാട് റിച്വൽസ് ചെയ്തു, ഒരുപാട് കുമ്പസാരം, കുർബാന, കുദാശ എല്ലാം ചെയ്തു. എന്നിട്ട് അവരവിടെ എത്തിയോ അതെനിക്കറിയില്ല, പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു, എല്ലാ റിച്വൽസും ശ്രമിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങളുടെ ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോളത്തിൽ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവനെങ്ങനെയാണ് കയറിയത്? അവൻ ഈ പണി അച്ഛനേക്കാൾ നന്നായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? അതായത് നിങ്ങൾ ഈ കുമ്പസാരവും പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഭക്തി വന്നിട്ട് ദൈവമേ എന്നിങ്ങനെ മനസ്സറിഞ്ഞ് വിളിക്കലല്ലേ പ്രധാനമായിട്ട് വേണ്ടത്. ഇവൻ സ്കൂൾ ഡ്രൈവറാണ്, യവനാണെ ഒരു ലെവലും ഇല്ല വണ്ടി ഓടിക്കുന്നത്, കൊണ്ടുവന്ന് ചവിട്ടുമ്പോൾ അതിനകത്തിരിക്കുന്ന മൊത്തം ജനങ്ങളും എൻ്റെ ദൈവമേ എന്നിങ്ങനെ അതിഭീകരമായിട്ട് വളരെ സിൻസിയറായിട്ട് വിളിക്കണം. ഓരോ വിളിയിലും സ്വർഗം ഇങ്ങനെ കിടുങ്ങുകയായിരുന്നു.
അങ്ങനെയാണ് അവൻ ഇത്രയും മാർക്ക് അവിടെ വന്നത്. അങ്ങനെ അവിടെ വന്നപ്പോൾ അങ്ങോട്ട് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച ആൾ എന്ന് പറയുന്നത്. ഇതാണ് ഈ റിച്വൽസ് ഫോളോ ചെയ്തിട്ട് കാര്യമില്ല എന്ന് യേശു പറയുന്നത്. യേശുവിൻ്റെ വാക്ക് ഞാൻ ലാസറിനെ ഓർത്തുപോയി. പിന്നെ അവസാനത്തെ ഹൗസ് ബിൽറ്റ് ഓൺ റോക്ക് ആൻഡ് സാൻഡ്, therefore അത് നിൽക്കില്ല. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബട്ട് എവറി വൺ ഹു ഹിയേഴ്സ് ദ വേർഡ് ഓഫ് മൈൻ ആൻഡ് ഡസ് നോട്ട് പുട്ട് ദം ഇൻ ടു പ്രാക്ടീസ്. പുള്ളി പറയുന്നത് എത്രയേ ഉള്ളൂ, എൻ്റെയും പിതാവിൻ്റെയും വാക്കുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. റിച്വൽസ് ഉണ്ടായിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഈ പുരോഹിതരെ ശരിക്കും ചാട്ടവാറ് വെച്ച് അടിച്ച മനുഷ്യനാണ് യേശു. ഈ ഫരീശരെ വെള്ളയടിച്ച കുഴിമാടങ്ങളിൽ നിന്ന് വിധിച്ചവനാണ് യേശു, വിധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവനും യേശുവാണ്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 പ്രധാനപ്പെട്ട ഇതുണ്ട്. ഇത് മുഹമ്മദിലേക്ക് വരികയാണ്. നമ്മൾ കുറച്ച് ഇങ്ങോട്ടൊന്ന് ചാടുകയാണ്. മുഹമ്മദിൻ്റെ അന്ത്യപ്രഭാഷണം. ഇങ്ങനെ ഒരു സാധനം ഖുറാനിലില്ല, ആദ്യത്തെ സീറകളിലും ഇല്ല. കുറച്ച് ഹദീസുകളിൽ നിന്ന് ആണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ ഹദീസുകളിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒരു ഒരേപോലെയല്ല. ചിലതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചിലതിനകത്ത് പറഞ്ഞിട്ടില്ല, ചിലതിനകത്ത് ഫ്രേസ് മാറ്റിയിട്ടുണ്ട്, വേർഡ് മാറ്റിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന താഴെ കിടക്കുന്ന ബുഖാരി, മുസ്ലിം, തിർമിതി ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു സാധനമായിട്ടാണ് ഇങ്ങനെ ആളുകളിങ്ങനെ അവതരിപ്പിക്കുന്നത്. പ്രവാചകനായ മുഹമ്മദ് അവസാനം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അനുയായികളോട് നടത്തിയ പ്രസംഗമാണ് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യം അദ്ദേഹം പറയുന്നു, ഓ പീപ്പിൾ ഹീഡ് മൈ വേർഡ്സ്, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഐ ഡോണ്ട് നോ, മേ ബി ആഫ്റ്റർ ദിസ് ഇയർ വി മേ ഡിപ്പാർട്ട് ഫോർ എവർ ഫ്രം ദിസ് വേൾഡ്. ഈ ഒരു വർഷം, അടുത്ത വർഷം ഞാൻ ഉണ്ടാവില്ല, ഈ വർഷത്തോടുകൂടി എല്ലാം തീരുമെന്ന് പറഞ്ഞു. അടുത്ത വർഷം. അപ്പം ഈ ചില ആളുകൾ പറയാറുണ്ടല്ലേ, അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറയുന്ന പലരും അടുത്ത വർഷം ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ പറയും, മാമൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞതാണ് അല്ലേ. ഇപ്പം എല്ലാ വർഷം പറയുമായിരിക്കും, 3-4 വർഷം കഴിയുമ്പോൾ ഒരു വർഷം ആകുമ്പോൾ ആ വർഷമാണ് ശരിക്കും. ഇതാണ് ഈ പ്രവാചകത്വം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു ഒറിജിനൽ അല്ല, ഇതിനകത്തുള്ള പല ഹദീസുകളും വീക്കാണ്, സഹിയല്ല. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാണ് പോലും. ഇത് വലിയ മനുഷ്യാവകാശ രേഖയും പിന്നെ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനും ഒക്കെ ആണ് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അങ്ങനെ ഒരു സാധനം ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അതേപോലെ വരുന്ന ഒരു സാധനമാണ് ഇതും. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. സോ ഓ പീപ്പിൾ ഹീഡ് മൈ വേർഡ്സ്, ഐ ഡു നോട്ട് നോ, മേ ബി ആഫ്റ്റർ ദിസ് ഇയർ വി മേ ഡിപ്പാർട്ട് ഫോർ എവർ ഫ്രം ദിസ് വേൾഡ്. മൈ കമ്പാനിയൻസ് ബോറോഡ് ഐറ്റംസ് മസ്റ്റ് ബി റിട്ടേൺ ടു ദെയർ ഓണർ. കടം വാങ്ങിച്ചതൊക്കെ അവരുടെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തേക്ക്. ഇത് എല്ലാവരോടും അടുത്ത വർഷം ഉണ്ടാവില്ലെന്നാണോ പറയുന്നത്, താൻ മാത്രം ഉണ്ടാവില്ലെന്നാണോ പറയുന്നതെന്നും സംശയമുണ്ട്. ഐറ്റംസ് ടേക്കൺ ഫോർ യൂസ് ഷുഡ് ഓൾസോ ബി റിട്ടേൺ ടു ദെയർ ഓൺ. അതായത് എന്തെങ്കിലും ഉപയോഗത്തിനായിട്ട് ആരെങ്കിലും വല്ല കരണ്ടിയോ വല്ല സ്പൂണോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുക്കണം. ഡെറ്റ്സ് മസ്റ്റ് ബി പെയ്ഡ്. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം. ഇതിൽ അവസാനമായിട്ട് പറയുന്നത് പോലെ തോന്നുന്നു അല്ലേ. ഓക്കെ. ദ ഗ്യാരണ്ടിയർ ഹു ടേക്സ് എ ഡെറ്റ് ഓഫ് സമ്മൺ മസ്റ്റ് ഓൾസോ പേ ദ ഡെറ്റ്. KSFE ചിട്ടിക്കൊക്കെ നമ്മൾ ഗ്യാരണ്ടിക്കത്തില്ല. അപ്പോൾ ഈ പണം പിടിച്ചവൻ അടയ്ക്കാതെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളത് കൊണ്ടുപോയി അടയ്ക്കണമെന്നാണ് മുഹമ്മദ് പറയുന്നത്. അതൊക്കെ കൊള്ളാം, അത് നല്ല കാര്യമാണ്. പക്ഷേ ഗ്യാരണ്ടി നിൽക്കാൻ ഈ KSFE ചിട്ടിയുടെ ഒരു പ്രത്യേകത അതാണ്. ഗവൺമെൻറ് ജോലി, ഞാനിപ്പോൾ റിലീസ്ഡ് ആവുകയാണ്. ഐ ഹാവ് ഓൺലി 9 months ലെഫ്റ്റ് ഇൻ ഗവൺമെൻറ് സർവീസ്. സോ ഇനി എൻ്റെ ആരും വരുന്നില്ല. പക്ഷേ വന്നവരുടെ പലരെയും കഥകൾ എനിക്കറിയാം. എല്ലാ ഓഫീസുകളിലും KSFE ചിട്ടിക്ക് ഗ്യാരണ്ടി നിന്നിട്ട്, അല്ല KSFE ചിട്ടി, KSFE മാത്രം ഞാൻ പറയല്ല, പലതിനും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ നിൽക്കും. ഒരു പ്രശ്നം പരിഹരിക്കാനായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അതൊരു പിടി പ്രശ്നങ്ങളായി പിന്നെ മാറുന്നില്ല. മജീഷ്യൻ്റെ കൂടയിലെ പൂക്കളെ പോലെ ഭൂ എന്ന് പറഞ്ഞ് മാറും. നിങ്ങൾ പിന്നെ അടച്ചടച്ച് ചിലപ്പോൾ ഒരു ചെവി അടഞ്ഞു ആ ഒരവസ്ഥ. ഒരുപാട് പേര് എനിക്കറിയാം. ഞാൻ ഇത്രയും 30 വർഷം സർവീസ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, അല്ലാതെ ഒന്ന് ഊഹിക്കാൻ പറ്റും. എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം തന്നെ? വേറെ എന്തെല്ലാം ജാമ്യങ്ങളുണ്ട്, സ്വന്തം ജാമ്യങ്ങളുണ്ട്. ആകെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഇവരെല്ലാം ജാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ KSFEയിൽ നിന്ന് നമുക്ക് പണം കിട്ടൂ. അതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എനിക്ക് ചിട്ടിയൊന്നുമില്ല കേട്ടോ KSFE. ഞാൻ ഓരോരുത്തർ KSFE ചിട്ടിക്കാർ എൻ്റെ ഒക്കെ വരാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞ ഇതാണ്, ഗ്യാരണ്ടി ആയിട്ട് നിന്നിട്ടുണ്ടോ, ഗ്യാരണ്ടറായിട്ട് നിന്നിട്ടുണ്ടോ, അതെല്ലാം അടച്ചേരെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇത് ഭയങ്കര സംഭവമാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഈ മുഹമ്മദിൻ്റെ ഈ അന്ത്യപ്രഭാഷണം, ഇതിൻ്റെ പേരെന്താ പറയുക, കുത്തുബ അൽ വാദ എന്നാണ്. കുത്തുബ അൽ വാദ, ഇത് അറബിയാണേ.
പെർഫോം റിച്വൽസ് വിത്തൗട്ട് ഫെയിൽ. എന്തൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ 3-5 നേരം 3 നേരം അങ്ങനെ പല നേരങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഇവർ ചെയ്യാൻ കാര്യം എന്താണ്? മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രസംഗമാണ്. ഈ പ്രസംഗം ചില വീക്കായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഉണ്ടാക്കി പിൽക്കാലത്ത് വലിയൊരു സംഭവമാണ്, ഹിസ്റ്റോറിക്കലി നടന്നതാണ് എന്ന് പറയുന്നൊരു കാര്യമാണ്. നോട്ട് ഇൻ ഖുറാൻ, നോട്ട് ഇൻ സീറ, ആദ്യത്തെ സീറകളിലൊന്നുമില്ല, ഇബിൻ ഇഷാക്കിൻ്റെ ഒന്നുമില്ല. എന്തൊക്കെയാ പറഞ്ഞ? മുഹമ്മദ് പറഞ്ഞ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞാണ്, ഇന്നലെ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ ചെയ്യും, ബലിയിടണം, 16 ദിവസം ഞാൻ ബലിയിടും എന്നൊക്കെ പറയത്തില്ലേ. ആ ലെവലിലുള്ള വൈകാരികമായ ഒരു സാധനമാണ്. ഫാസ്റ്റ് ഇൻ ദ മന്ത് ഓഫ് റമദാൻ. ഒരുത്തൻ റമദാൻ മാസം ഫാസ്റ്റ് ചെയ്യാതിരിക്കുക, അവനോട് എന്താ പറയാം? അവൻ്റെ അമ്മ പറയാം, ഡാ പ്രവാചകൻ പറഞ്ഞതല്ലേടാ, അദ്ദേഹം പോകുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞതല്ലേടോ. ആണോ, ശരി, എന്നാൽ തുടങ്ങിയേക്ക. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. പെർഫോം ദ ഹജ്ജ്. അതാണ് പലരും ഇല്ലാത്ത പൈസ സ്വരുക്കൂട്ടി ഹജ്ജിന് പോകുന്നു. ആൻഡ് ഗീവ് സക്കാത്ത്. ഇത്തരം എന്താണോ മതപരമായിട്ടുള്ള എല്ലാ റിച്വൽസും അത് മുഹമ്മദ് പറഞ്ഞു, മുഹമ്മദിൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് വരുത്തുക. ഒബ്ലിഗേറ്ററി ആംസ് ആൻഡ് യുവർ ഗുഡ്സ് വിത്തൗട്ട് ഗുഡ് ഹാർട്ട്. ഒബേ യുവർ റൂളേഴ്സ് ആസ് ലോങ് ആസ് ദേ ഫോളോ അള്ളാസ് ഡിവൈൻ ബുക്ക്. നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം എന്ന് വരെ, സോ ലോങ് ആസ് ദേ ഫോളോ അള്ളാസ് ബുക്ക്. അള്ളാഹയുടെ ബുക്ക് അവരനുസരിക്കുന്നവരെ നിങ്ങൾ അനുസരിച്ചാൽ മതി. അവർ എങ്ങനെയുണ്ട്? ഇതാണ് മുഹമ്മദ് അവസാനം പറഞ്ഞിട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും ഇവിടെ. ആൻഡ് ദസ് എൻ്റർ ദ പാരഡൈസ് ഓഫ് യുവർ ലോഡ്. നിങ്ങളുടെ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നേടണമെങ്കിൽ നിങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കണം. അവർ അള്ളാഹയുടെ പുസ്തകം ഖുർആൻ അനുസരിക്കുമെങ്കിൽ. സിമ്പിളല്ലേ, ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് ആണ് ഒരു മഹത്തായ പ്രസംഗം ആയിട്ട് കാണുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ അന്ന് അവസാന പ്രസംഗത്തിൽ പറഞ്ഞാണ് നോ ഇൻട്രസ്റ്റ് ഇൻ ഇൻട്രസ്റ്റ്. പലിശ പാടില്ല. ആൻഡ് നോ ഫ്യൂഡ് വിതിൻ ദ കൾട്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഓൾ ദ ബ്ലഡ് ഫ്യൂഡ്സ് ഫ്രം ദ പീരീഡ് ഓഫ് ഇഗ്നറൻസ് ഹാസ് ബീൻ റിമൂവ്ഡ്. ഈ ജാഹിലിയ അജ്ഞാനത്തിൻ്റെ കാലഘട്ടത്തിലേ ഉള്ള കുടുംബ വഴക്കുകളും പടലപ്പിടക്കങ്ങളും എല്ലാം ഞാൻ റദ്ദാക്കി. ഓൾ കൈൻഡ്സ് ഓഫ് അഗ്ലി കസ്റ്റംസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പീരീഡ് ഓഫ് ഇഗ്നറൻസ് ബിനീത്ത് മൈ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ണിനടിയിലായി എന്നാണ്. ഫസ്റ്റ് ഇൻട്രസ്റ്റ്, പിന്നെ പലിശ പാടില്ല. ഈ പലിശക്കെതിരെയുള്ള ഇസ്ലാമിൻ്റെ ഒരു യുദ്ധം ഈ ഒരു പ്രസംഗത്തിൽ കാണാൻ കഴിയും. അതായത് അവർ പലിശ വാങ്ങിക്കില്ല. ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഞാനൊരു ലൈവും ചെയ്തിട്ടുണ്ട്, ഒരു പ്രസംഗവും ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കൂ. പലിശ ഇല്ലാത്ത ബാങ്കിങ്. പിന്നെന്താണ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പ്രോഫിറ്റ് ഷെയറിങ്. രണ്ടും ആക്ച്വലി ഒന്ന് തന്നെയാണ് സംഗതി. പക്ഷെ അവരങ്ങനെ ആക്കി, ചുമ്മാ അത് വെറുതെ വാക്കുകൾ തമ്മിലുള്ള കളി. ഇനി സ്ത്രീകളെക്കുറിച്ച് വലിയ ഒരു സംഭവം, ഇതുകൊണ്ടാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. സ്ത്രീകളെക്കുറിച്ച് യു ടുക്ക് വുമൻ ആസ് ട്രസ്റ്റ് ഫ്രം അള്ളാഹിൽ നിന്ന് കിട്ടിയ നിധിയെ പോലെ നിങ്ങൾ സ്ത്രീകളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വീക്ക് ഹദീസാണിത്. വീക്ക് ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് തന്നെ പലതുണ്ട്. സ്ട്രോങ് ഉണ്ട്, സഹി ഉണ്ട്. സഹിയാണ് ഈ സ്ട്രോങ് എന്ന് പറയുന്നത്. വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കത്തില്ല. അങ്ങനെ ഒരു സാധനത്തിൽ നിന്നുള്ള ഒരു സാധനം ഇത് നല്ലതായതുകൊണ്ട് എടുത്ത് മേളി വെക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു സഹിഹായ ഹദീസ് ഉണ്ടെങ്കിൽ അത് മോശമാണെങ്കിൽ എടുത്ത് താത്തു. ഇതാണ് മൊത്തത്തിൽ മതപ്പണിയുടെ ഒരു അടിസ്ഥാനം. So you made their decency halal by making a promise in the name of Allah. They have rights over you just as you have rights over women. നിങ്ങൾക്ക് സ്ത്രീകളുടെ മേളിൽ അധികാരം ഉള്ളതുപോലെ സ്ത്രീകൾക്ക് നിങ്ങളുടെ മേളിൽ അധികാരമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്താണ് എന്നുള്ളത് നോക്കണം. ഇനി എന്താണ് ഈ അധികാരം എന്ന് നോക്കുക. പുരുഷൻ്റെ അധികാരം. ഞാനിതിനകത്ത് നല്ലൊരെണ്ണം എടുത്തിരിക്കുന്നത്. പല പല വേർഷൻസ് ഉണ്ട്. യുവർ റൈറ്റ് ഓൺ വുമൺ ഈസ് ദാറ്റ് ദേ ഷുഡ് ബി protect their chastity and they should not let anyone you do not consent to without your permission. നിങ്ങളുടെ ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീകളെ, അവരുടെ ചേസ്റ്റിറ്റി, അവരുടെ മാനം നിങ്ങൾ കാക്കണം. പിന്നെ നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരാളുമായിട്ട് കല്യാണം എന്നുള്ളതാണ്. അതായത് ഇത് നിങ്ങളുടെ ഒരു കടമയാണ് എന്നാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേളിലുള്ള അവകാശമാണ്. തിരിച്ച് സ്ത്രീകൾക്ക് ആ അവകാശം പുരുഷന്മാരുടെ മേളിലുണ്ടോ? അതുപോലെ ഇനി ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു പ്രൊവൈഡ് ദം വിത്ത് ഫുഡ് ആൻഡ് ക്ലോത്തിങ് വിതിൻ റീസണബിൾ ആൻഡ് വെൽ നോൺ മെഷേഴ്സ്. അത്യാവശ്യം വസ്ത്രവും ആഹാരവും ഒക്കെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇതിനകത്ത് തന്നെ ഉണ്ട് എത്ര സ്ത്രീവിരുദ്ധമായ ഒരു സംഗതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണയിൽ കഴിയേണ്ടുന്നത് സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഹാരവും വസ്ത്രവും കൊടുക്കണം. അത് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനാണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു ഇത്രയും സാധനം വെച്ചുകൊണ്ട് ഈ അറാഫത്ത് പ്രസംഗം അല്ലെങ്കിൽ സെർമൺ ഓൺ
ഈ അറാഫ എന്ന് പറയുന്ന സംഗതി വലിയ സംഭവമാണെന്ന് പറയുന്നത്. സ്ത്രീകളോട് ഭയങ്കര അവരുടെ സ്വത്തിനെ കുറിച്ചും കെയറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഇത് ഖുറാനിലില്ലാത്തതാണ്, മെയിൻ സാഹിത്യത്തിലില്ലാത്തതാണ്, വീക്ക് ഹദീസാണ്. പക്ഷേ ഖുറാനിൽ എന്തൊക്കെയാണ് പറയുന്നത്? 2:223 യുവർ വുമൺ ആർ എ ടിൽത്ത്, നിങ്ങളുടെ കൃഷിസ്ഥലമാണ് എന്നുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കൃഷി ഇറക്കാനുള്ള കൃഷിസ്ഥലമാണ്, ഒരു ഒബ്ജക്റ്റാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. 4:34 പെർമിറ്റ്സ് ഹസ്ബൻഡ് ടു ഡിസിപ്ലിൻ വൈഫ്സ് ഇൻക്ലൂഡിങ് സ്ട്രൈക്കിംഗ്. ഭർത്താവിന് ഭാര്യയെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട്. അടിക്കാം എന്ന് പറയുന്ന ഒരേ ഒരു മതപുസ്തകം ഞാൻ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴത്തെ മോഡേൺ. അടിക്കാം. ആ അടി എങ്ങനെ? ഇങ്ങനെ ഒരടിയാണോ? എത്ര അടിക്കാമോ? ഇതൊക്കെ ഭയങ്കര രസമാണ്. അനുസരിക്കുന്നത് വരെ അടിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നോക്കൂ, നമ്മളിതല്ലേ നമ്മളുടെ വളർത്തു മൃഗങ്ങളോടും അടിമകളോടും ഒക്കെ ചെയ്യുന്ന അതേ, പണ്ട് ആളുകൾ ചെയ്തിരുന്ന അതേ കാര്യം തന്നെയല്ലേ ഇത്. പിന്നെ ഡസൻസ് ഓഫ് ഹദീസ് ഡെപിക്സ് വുമൻ ആസ് ഡെഫിഷ്യൻറ്റ് ഇൻ, അതായത് ബുദ്ധി കുറവാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ, ആൻഡ് ഫെയ്ത്ത് കുറവാണ്. ഭൂരിപക്ഷം സ്ത്രീകളും എങ്ങോട്ട് പോകാനുള്ളവരാണ്? നരകത്തിൽ പോകാനുള്ളവരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സാഹിത്യത്തിൽ ഒന്ന് വെള്ളയടിക്കാനും ഒന്ന് ഇതാക്കാനുമായിട്ടാണ് ഈ അറാഫ പ്രസംഗത്തിൽ നിങ്ങൾക്ക് സ്ത്രീകളുടെ മേൽ അധികാരമുള്ളതുപോലെ സ്ത്രീകൾക്ക് നിങ്ങളുടെ മേലും അധികാരമുണ്ട്. അതെന്താണെന്ന് വ്യക്തമല്ല. അതെന്തെങ്കിലും കാണുമോ എന്തോന്ന് അവർ കണ്ടുപിടിക്കുമായിരിക്കും ഇനി ഒരു പക്ഷേ ഇതാണ് സംരക്ഷണമാണ്. അതുകൊണ്ടാണ് ഈ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ അവർ ഒബ്ജക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ്. മനസ്സിലല്ലേ? പുരുഷനാണ് സ്വത്തിൻ്റെ പകുതി കിട്ടേണ്ടത്, സ്ത്രീകൾക്ക് അത് വേണ്ട എന്ന് പറയാൻ കാരണം പുരുഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു, സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് നിന്ന് വരുന്നതാണ് അറാഫ. ഇനി അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇന്ന് നാശം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഒന്ന്, പുള്ളി പറയുന്നുണ്ട്, ഒരു വലിയൊരു സംഗതിയായിട്ട് അവതരിപ്പിക്കുന്നതാണ്. മൈ കമ്പാനിയൻസ് ഡോണ്ട് ടോർച്ചർ യുവർ സെൽഫ് ഈദർ, യുവർ ഈഗോ ഈസ് ഓൾസോ റൈറ്റ് ഓവർ യു, എവറി വൺ ഈസ് ദ ഓൺലി റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ക്രൈംസ്. ഓരോരുത്തരും അവരവരുടെ കുറ്റങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദികൾ. നീദർ ദ ഫാദർ നോ ദ സൺ ക്യാൻ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ അനദേഴ്സ് ക്രൈം. ഇത് നമ്മുടെ എസൻസിൻ്റെ ഒരു മുദ്രാവാക്യത്തോട് യോജിച്ച് പോകുന്നൊരു കാര്യമല്ലേ. ഒരു കളക്റ്റീവ് പണിഷ്മെൻറ്റ് പാടില്ല, കളക്റ്റീവ് റിവാർഡ് പാടില്ല. ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷ അയാളെ ഏറ്റെടുക്കണം, ഒരാൾ ചെയ്യുന്ന നേട്ടത്തിൻ്റെ ഫലം അയാൾക്കുള്ളതാണ്, അല്ലാതെ ആ സമൂഹത്തെ മുഴുവൻ അതിനുവേണ്ടി ശിക്ഷിക്കുകയോ സമ്മാനം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന, ട്രൈബൽ ആകാതിരിക്കുക, ഗോത്രീയമായി ചിന്തിക്കാതിരിക്കുക. ഇത് ഈ ഒരു സംഗതി അറാഫ പ്രസംഗത്തിൽ പറയുന്നത്. എവരി വൺ ഈസ് ഓൺലി റെസ്പോൺസിബിൾ ദെയർ ഓൺ ക്രൈംസ്, നീദർ ദ ഫാദർ നോ ദ സൺ ക്യാൻ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ അനദേഴ്സ് ക്രൈം എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ഐതിഹാസികമായ ഒരു സാധനമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയും സോഴ്സ് വളരെ വീക്കാണ്. പക്ഷേ എന്താണ് ഖുറാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല. ഖുറാൻ നേരെ തിരിച്ചാണ് പറയുന്നത്. ഉദാഹരണമായിട്ട്, മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഫെയ്ത്തിൽ നിന്ന് മാറുകയാണെന്നിരിക്കട്ടെ, ദീനിൽ നിന്ന് മാറുകയാണെന്നിരിക്കട്ടെ, മാതാപിതാക്കളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ ഫാമിലി സഹിതം നരകത്തിൽ പോകുന്നതാണ്. അതായത് ഇപ്പം ആരിഫ് ഹുസൈനെ എന്തുകൊണ്ടാണ് അവരുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത്? ആരിഫ് ഹുസൈൻ ഫെയ്ത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗത്ത് ചെല്ലുമ്പോൾ ഇവർക്കും പ്രശ്നമാണ് എന്ന് പറയുന്ന മെയിൻ സാഹിത്യം ഉള്ളപ്പോഴാണ് ഇതേ കണക്കൊരു സബ് ഇറക്കിയിരിക്കുന്നത്. എത്ര വലിയ ഹിപ്പോക്രസിയാണ് നോക്കൂ. ഈ അറാഫ പ്രസംഗം, ഈ ഒരു വാദം ഞാൻ അംഗീകരിക്കുന്നു. എവരി വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ക്രൈംസ്. ശരിയാണ്, നമ്മളും പറയുന്ന കാര്യം ഇതാണ്. ആര് കുറ്റം ചെയ്താൽ അയാളെ ശിക്ഷിക്കുക. അയാളുടെ അച്ഛനെയും അമ്മയും ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കാശ്മീരിൽ ഒരാൾ ഒരു തീവ്രവാദം നടത്തിയും ചെല്ലി അയാളുടെ വീട് ഇടിച്ച് തകർക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അത് കളക്റ്റീവ് പണിഷ്മെൻ്റ് ആണ്, അത് ട്രൈബലാണ്, അത് നീതി നിഷേധമാണ്. കാരണം ചിലപ്പം അവരുടെ വീട്ടിലുള്ളവർ അയാളെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കി നടക്കാത്തതായിരിക്കും. അവർ ചിലപ്പോൾ അവരെ റിജക്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അവരെ പണിഷ് ചെയ്യുന്നത് ശരിയാണ്. അത് ആ ഒരു സാധനം. പക്ഷേ ഇങ്ങനെ അല്ല ഖുറാനിലും മറ്റു കാര്യങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്താണ് നോക്ക്. ഓ പീപ്പിൾ, നോ പ്രോഫറ്റ് ഓർ അപ്പോസ്റ്റൽ വിൽ കം ആഫ്റ്റർ മീ ആൻഡ് നൗ എ ന്യൂ ഫെയ്ത്ത് വിൽ ബി ബോൺ. എനിക്ക് ശേഷം ഒരു പ്രവാചകനും വരാനില്ല, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ, ഞാൻ അവസാന പ്രവാചകൻ എന്ന് സ്വയം ഇദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ തട്ടുക. ഇതാണ് ഈ അഹമ്മദിയാക്കളെയൊക്കെ ഈ പാകിസ്ഥാനിൽ ഇങ്ങനെ കൊന്ന് തള്ളുന്നതിൻ്റെ ഒരു കാരണം എന്താണ്?
അവർ വേറൊരു പ്രവാചകനെ കൊണ്ടുവന്നു. മനസ്സിലായി? അവരുടെ പുതിയൊരു പ്രവാചകനെ കൊണ്ട് അങ്ങനെ ഒരാളെ ഇതാണ് ലാസ്റ്റ്, ഷട്ടറിട്ട് കഴിഞ്ഞു, ഇനി വേറെ കാര്യം നടക്കില്ല എന്ന് മുഹമ്മദ് ഈ പ്രസംഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഈ മുഹമ്മദ് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നുള്ള പല പ്രശ്നങ്ങളുടെയും കാരണം. ഇനി വേറൊന്നും കൂടി പറയുണ്ടായി, ഐ ലീവ് ബിഹൈൻഡ് മീ 2 things. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം, 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കി വരുന്നത് മക്കളെ. എന്താണ്? ദ ഖുറാൻ ആൻഡ് മൈ സുന്ന. ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം, അതിനകത്ത് തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റൊന്ന് സുന്ന, എൻ്റെ ജീവിതചര്യകൾ, ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തോ അത് നിങ്ങൾ പാലിക്കുക. ഈ 2 കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഈ ചര്യകൾ എല്ലാവരും പാലിക്കുന്നത്. അന്നത്തെ ചര്യകളെല്ലാം കൂടെ അതേപോലെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വലിയ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പോട്ടെ. ആൻഡ് ഇഫ് യു ഫോളോ ദീസ് യു വിൽ നെവർ ഗോ അസ്ട്രേ. നിങ്ങളതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഖുറാനെയും സുന്നയെയും പിടിച്ചു പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നാശത്തിലേക്ക് പോവില്ല എന്നാണ്. ഇനി വേറൊരു കാര്യം, ഇതിനകത്ത് ഏറ്റവും വലിയൊരു മഹാത്മ്യമായിട്ട് വാഴ്ത്തുന്നതാണ്, എന്താ പറയുക, അറബ്സ് ഹാവ് നോ സുപ്പീരിയറിറ്റി ഓർ നോൺ അറബ്സ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കുത്തുബയിൽ. അതായത് അറബികളും അനറബികളും തമ്മിൽ വ്യത്യാസമില്ല. ആൻഡ് നോൺ അറബ്സ് ഹാവ് നോ സുപ്പീരിയറിറ്റി ഓഫ് അറബ്സ്. Those with the white skin have no superiority over the people with the black skin, and the same goes for others. കറുത്തവർക്ക് വെളുത്തവർക്ക് മേലോ തിരിച്ചോ യാതൊരു സുപ്പീരിയോറിറ്റി ഇല്ല. ബട്ട് സുപ്പീരിയോറിറ്റി ഈ സ്കെയിൽഡ്. പക്ഷേ ഈ മേധാവിത്വം സ്കെയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ബൈ എമൗണ്ട് ഓഫ് റെസ്പെക്ട് യു ഹാവ് ഫോർ അള്ളാ. പക്ഷെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. ആർക്കാണെന്നറിയാവോ? നിങ്ങൾക്ക് എത്രമാത്രം അള്ളാഹുവിനോട് റെസ്പെക്റ്റ് ഉണ്ടോ, അത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് റെസ്പെക്റ്റ് ഉള്ള ആൾക്ക് അയാളായിരിക്കും ഏറ്റവും വലിയ ആൾ. അപ്പോൾ ഏറ്റവും നീണ്ട താടിയാണ്, ഏറ്റവും കനത്ത തഴമ്പാണ്, ഏറ്റവും അതാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ അവിടെ സുപ്പീരിയോറിറ്റി ഉണ്ട്. പക്ഷെ അത് കളറിൻ്റെ ബേസിലോ അല്ലെന്നുണ്ടെങ്കിൽ അറബി നോൺ അറബി അല്ലെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇത് ശുദ്ധ കളവാണ്. കാരണം ഇസ്ലാമിലോ ബേസിക് ആയിട്ടുള്ള ടെനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേർഷൻ ഒന്നാമത് ഇത് വളരെ വീക്കാണ്, അത് നിൽക്കില്ല. അതിന് ഉദാഹരണമായിട്ട് പറയാം, ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. സൂറ ഖുറൈഷ് എന്ന് പറയുന്ന ഖുറൈഷി എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദിൻ്റെ ട്രൈബിനെയാണ് ഖുറൈഷി ട്രൈബ് എന്ന് പറയുന്നത്. മുഹമ്മദ് അവിടെയാണ് ജനിച്ചത്. അതിൻ്റെ നൂല് പിടിച്ചാണ് ഇവിടെ ഈ തങ്ങൾമാരെയൊക്കെ ആളുകൾ വെക്കുന്നത്. മുഹമ്മദിന് ആൺകുട്ടികളൊന്നും മുഹമ്മദിനെ സർവ് ചെയ്തുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനമില്ല, അവിടെ വെച്ചേ കട്ടായതാണ്. പക്ഷെ എന്നാൽ ഇവിടെ തങ്ങന്മാരും കുറേ ആളുകളൊക്കെ ഉണ്ട്. എന്താണ് പറയുന്നത്? പാണക്കാട്. അത് നമ്മളൊരു പ്രസംഗമുണ്ട്, എസൻസിൽ കിടപ്പുണ്ട്, അതിനകത്തെ അതിനെ ഡീബങ്ക് ചെയ്തുകൊണ്ടുള്ളത്. ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഖുറൈഷ്, their protection during the winter and summer journeys, let them worship the Lord of this house who has fed them against hunger. അതായത് ഖുറൈഷിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ആയത്ത് തന്നെയുണ്ട് ഖുറാനകത്ത്. ഖുറൈഷികളുടെ സുപ്പീരിയോറിറ്റിയെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വർഗത്തിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ അത് മുഹമ്മദിൻ്റെ ഓൺ ജാതി അല്ലെങ്കിൽ ട്രൈബാണ്. ഇനി ഹദീസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ലീഡേഴ്സ് ആർ ഫ്രം ഖുറൈഷികളിൽ നിന്നാണ് ഇമാംസ് ലീഡേഴ്സ് വരേണ്ടതെന്ന് ബുഖാരി 71:39, മുസ്ലിം 18:21 പറയുന്നുണ്ട്. ദിസ് മാറ്റർ, അതായത് കാലിഫേറ്റ്, വിൽ റിമെയിൻ വിത്ത് ദ ഖുറൈഷ്. കാലിഫേറ്റ്സ് എപ്പോഴും ഖുറൈഷിൻ്റെ കൂടെ ആയിരിക്കും. ഈവൻ ഇഫ് ഓൺലി 2 people റിമെയിൻ, 2 മനുഷ്യർ മാത്രമേ ഉള്ളെങ്കിലും ഈ ലോകത്ത് അവസാനിച്ചാലും കാലിഫ ഖുറൈഷി ആയിരിക്കും. അത്ര വലിയ പ്രാധാന്യം റേഷ്യൽ സുപ്പീരിയോറിറ്റി, ഒരു ട്രൈബൽ സുപ്പീരിയോറിറ്റി സ്വന്തം വർഗത്തിന് കൊടുക്കുന്ന മുഹമ്മദ് പറഞ്ഞു എന്നാണ് ഈ ഹദീസുകൾ പറയുന്നത്. ദെൻ അള്ളാഹ് ചോസ് കിനാന ഫ്രം എമംഗ് ദ ഡിസെൻഡൻസ് ഓഫ് ഇസ്മയിൽ ആൻഡ് ഹി ചോസ് ഖുറൈഷ് ഫ്രം കിനാന ആൻഡ് ഹി ചോസ് ബനു ഹഷീം ഫ്രം ഖുറൈഷ് ആൻഡ് ഹി ചോസ് മീ ഫ്രം ബനു ഹഷീം. ഇത് ഒരു വംശാവലി പറഞ്ഞുകൊണ്ട് ഖുറൈഷികളുടെ വംശമഹത്വം ഉറപ്പാക്കുകയാണ്. ദെൻ പീപ്പിൾ ആർ ദ ഫോളോവേഴ്സ് ഓഫ് ഖുറൈഷ് ഇൻ ഗുഡ് ആൻഡ് ബാഡ്. ഈ മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഫോളോവേഴ്സ് ഓഫ് ഖുറൈഷ് എന്ന് പറയുന്നവരാണ് സഹി ബുഖാരി 34:95. അപ്പം ഈ റേഷ്യൽ സുപ്പീരിയോറിറ്റി, റേസിസം ആണ് ശരിക്കും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം. റേഷ്യൽ ഹൈറാർക്കി ഉണ്ട്. ഖുറൈഷികൾ തന്നെയാണ് അവിടെ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. മുഹമ്മദും ഒരു ഖുറൈഷി തന്നെയാണ്. മുഹമ്മദിൻ്റെ രക്തബന്ധം എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും സവിശേഷമായ പ്രാധാന്യത്തോടെ അവർ വലിച്ചു നീട്ടി, വംശാവലിയൊക്കെ വലിച്ചു നീട്ടി ആചരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. പക്ഷേ
എന്താ പറയുന്നത്, അറാഫത്ത് പ്രസംഗത്തിൽ പറഞ്ഞു പോലും അറബിയും അനറബിയുമായിട്ട് വ്യത്യാസമില്ല, കറുത്തവനും വെളുത്തവനുമായിട്ട് വ്യത്യാസമില്ല, വ്യത്യാസമുള്ളത് അള്ളാഹുവിൻ്റെ ബന്ധവും എത്ര അടുത്ത് നിൽക്കുന്നോ അത് മാത്രമാണെന്ന് പറയുന്നു. ബട്ട് ഇറ്റ് ഇസ് എ വെരി വീക്ക്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ അറാഫത്ത് പ്രസംഗം മൊത്തം പല സോഴ്സുകളിൽ നിന്നായിട്ട് എടുത്ത് ഉണ്ടാക്കിയ സാധനമാണ്. മുഹമ്മദിനെ അന്ന് വെള്ളയടിച്ച് കാണിക്കുക, മുഹമ്മദ് വലിയ പുരോഗമനവാദിയാണെന്ന് പറയുക, എന്നിട്ട് ഇത് എല്ലായിടത്തും കൊണ്ട് നടക്കുക. ഇത് മെയിൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതല്ല, പിന്നീട് ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണെന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ഇനി ഇതാണ് ഏറ്റവും ഭീകരമായ കാര്യം. മുസ്ലിം, ഓ ട്രൂ ബിലീവേഴ്സ്, ലിസൺ ടു മൈ വേർഡ്സ് ക്ലോസ്ലി ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ്, എ മുസ്ലിം ഈസ് എ ബ്രദർ ഓഫ് അനദർ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ഇറ്റ് ഈസ് നോട്ട് ഹലാൽ ടു ഇൻ്റർഫിയർ വിത്ത് എനി റൈറ്റ്സ് ബിലോങ്സ് ടു യുവർ ബ്രദർ ഇൻ ഫെയ്ത്ത്. നിൻ്റെ സഹോദരൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെടാനുള്ള അവകാശം നിനക്കില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാം. ഡ്രൂസിൻ്റെ എന്ന് മുടി പിഴുതെടുക്കാം, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ജിസയ ഏർപ്പെടുത്താം, മറ്റുള്ളവരുടെ വിഗ്രഹഭഞ്ജകൻ മുഹമ്മദ് തന്നെ ചെയ്തിട്ടുള്ള എന്താണ്, മുഹമ്മദ് തന്നെ ചെന്ന് വേറൊരു ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന എല്ലാം അടിച്ച് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടോളറൻസ്, റിലീജിയസ് ടോളറൻസിൻ്റെ വലിയ ആളാണ് മുഹമ്മദ് എന്താ ചെയ്തിട്ടുള്ളത്, അവിടെയുള്ള സംസ്കാരം മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംസ്കാര ധ്വംസനത്തിനെതിരെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അവിടെ അങ്ങനെയല്ലേ മുഹമ്മദ് ചെയ്തിട്ടുള്ളത്, അവിടെ ഇരുന്ന് ബാക്കിയെല്ലാം അടിച്ചു തകർത്തു, വലിയ അങ്ങനെയുള്ള ആളാണെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു കൂട്ടം മനുഷ്യർ അവരെ സാംസ്കാരികപരവും വിശ്വാസപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റു കൂട്ടം ആൾക്കാർ വന്നിട്ട് അത് തകർത്ത് കളയുന്നു. ഇതിനെ നമ്മൾ ഇന്നെന്താ പറയാൻ, കൾച്ചറൽ ഇൻവേഷൻ എന്ന് പറയും, അക്രമം എന്ന് പറയും, വയലൻസ് എന്ന് പറയും. സമാനമായി ഇന്ന് ഏതെങ്കിലും ഒരു മതക്കാരോട് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പറയുക, ഇത് കേട്ടോളൂ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സഹോദരൻ്റെ വിശ്വാസത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയും. മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ഇഫ് യു ഹാസ് ഗിവൺ ഇറ്റ് വില്ലിംഗ്ലി. ഇനി വേറെ അർത്ഥമുണ്ട്. നിങ്ങളുടെ ഒരു സഹോദരൻ വേറൊരു മുസ്ലിം ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുന്നു, നിങ്ങൾ പറയുന്നത് ഇത് ശരിയല്ല, ഇത് പ്രായം വെച്ചൊക്കെ ശരിയല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതാണ് പറയുന്നതാണ് ഖുറാനും സുന്നയും ചര്യയും അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പറയും ഇതെനിക്ക് അവകാശമുണ്ട്, നിങ്ങൾക്ക് അതിനെതിരെ നിൽക്കാൻ അവകാശമില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ മറ്റുള്ളവരെ ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവരുണ്ടാക്കിയാണെങ്കിലും ഇല്ലെങ്കിലും, എ മുസ്ലിം ഈസ് എ ബ്രദർ ഓഫ് അനദർ മുസ്ലിം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി മുസ്ലിംസ് ആർ ബ്രദേഴ്സ് ഓഫ് മുസ്ലിംസ്. ഇതാണ് ഇന്ന് ഈ ഗാസയും ഇതേപോലെയുള്ള സാധനങ്ങൾ നടക്കുകയും വേറെ യമനും സിറിയയും അഫ്ഗാനിസ്ഥാനും ഇറാനും ഒന്നും പ്രശ്നമല്ലാതിരിക്കുകയും ഗാസ മാത്രം പ്രശ്നമാവുകയും അത് പ്രശ്നമാണെന്ന് മറ്റുള്ള ഇവിടുത്തെ വിപ്ലവ ഗായകരെ കൊണ്ട് പാടിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എല്ലാ മനുഷ്യരും സഹോദരന്മാരാണെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. എല്ലായിടത്തുമുള്ള മനുഷ്യൻ്റെ നിലവിളി നമ്മൾ ഏറ്റുവാങ്ങും, നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. എല്ലായിടത്തുമുള്ള മനുഷ്യരുടെ വേദന നമ്മുടെ വേദനയായിട്ട് മാറും. എല്ലായിടത്തുള്ള കലാപവും യുദ്ധവും കുട്ടികളുടെ മരണവും നമ്മളിൽ വേദന ഉണ്ടാക്കും. ഇതങ്ങനെയല്ല, വളരെ സെലക്റ്റീവായിട്ട് ഇന്ന പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലെ പർട്ടിക്കുലർ രാജ്യത്ത് വരുന്ന പർട്ടിക്കുലർ സംഭവം മാത്രം നിങ്ങളുടെ വേദന ഗ്രന്ഥികളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമാത്രം സങ്കുചിതമാണ്, മാനവിക വിരുദ്ധമാണിത്, സെക്ടേറിയനാണ്, ട്രൈബലാണ്. ഇത് വരുന്ന എവിടെ നിന്നാണ്? മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്രദർഹുഡ് അല്ല. ഇത് വലിയ പ്രശ്നമാണ്. ആധുനിക ജീവിത മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി നടന്ന മനുഷ്യരുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും അതാണ് സത്യം. വി ആർ ആൾ ഫ്രം ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് പറയണം മുസ്ലിങ്ങൾ മാത്രമാണ് സഹോദരൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമാണ് സഹോദരൻ എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ വളർന്നു കഴിഞ്ഞാൽ കൂടുതൽ വിഭജനം ഉണ്ടാവും, കൂടുതൽ കാലുഷ്യം ഉണ്ടാവും, വെറുപ്പുണ്ടാവും, വേർതിരിവുണ്ടാവും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എല്ലാവരും അവർക്കത് കഴിയുന്നില്ല. ഇതാണ് യഥാർത്ഥ പ്രശ്നം. അതാണ് ഈ ലോകം പോകുന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നം എ മുസ്ലിം ഈസ് എ ബ്രദർ ഓഫ് അനദർ മുസ്ലിം, ദസ് ഓൾ മുസ്ലിംസ് ആർ ബ്രദേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയാറുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയാറുണ്ട്. അതുപോലും അത്ര ഇതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ പോട്ടെ, ഓൾ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യയിലുള്ള എല്ലാവരും വരുന്നുണ്ടല്ലോ. മുസ്ലിംസും വരുന്നുണ്ട്, ക്രിസ്ത്യാനിയും വരുന്നുണ്ട്, മതമുള്ളവനും മതം ഇല്ലാത്തവനും വരുന്നുണ്ടല്ലോ. ഒരു പ്രദേശം പറയുന്നതെന്നല്ല ഉള്ളൂ. ഓക്കെ, അതങ്ങ് വിശാലമല്ല, ഗ്ലോബൽ അല്ലെങ്കിലും അവിടെയുള്ള എല്ലാവരെയും പരിഗണിക്കുന്നു. ഇതങ്ങനെയല്ല. ഇത് ഒരിടത്തുള്ള ഒരു പർട്ടിക്കുലർ ഇത് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. വിഭാഗീയം.
ട്രൈബൽ, ഗോത്രീയം, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് പ്രശ്നമുണ്ട്. ഇത് ഇറ്റ്സ് എ വെരി വെരി ഡേഞ്ചറസ് ഐഡിയ. ഇതിനകത്തുണ്ട് എന്നാണ് അറാഫ പ്രസംഗത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് മഹത്വം എങ്കിൽ ഭീകരമാണ്. ആൻഡ് ദിസ് ഈസ് എ പ്രോഫറ്റ് സെഡ് യു വിൽ ആസ്ക് അബൌട്ട് മീ, ഹൗ വിൽ യു റെസ്പോണ്ട്. അപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്നവർ ചോദിച്ചു, എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് പറയുമ്പോൾ ദ കമ്പാനിയൻ സെഡ് വി ബെയർ വിറ്റ്നസ് ദാറ്റ് യു കൺവേഡ് ദ മെസ്സേജ് ഓഫ് അള്ളാഹ്. ഞങ്ങൾ പറയും നിങ്ങൾ അള്ളാഹുവിൻ്റെ മെസ്സേജാണ് ഇപ്പോൾ പറഞ്ഞതല്ല. എത്ര പ്രതിലോമകരമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഫുൾഫിൽ യുവർ മിഷൻ ഓഫ് പ്രോഫറ്റ്ഹുഡ്, നിങ്ങളുടെ പ്രവാചകത്തെ നിങ്ങൾ നിറവേറ്റിയിരിക്കുന്നു. ആൻഡ് ഗീവ് അസ് യുവർ വിൽ ആൻഡ് അഡ്വൈസ്, ഞങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം അള്ളാഹുവിൻ്റെ വാക്കാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആൻഡ് ദ പ്രോഫറ്റ് മുഹമ്മദ് സാ പോയിന്റിങ് ടു ദ ഇൻഡെക്സ് ഫിംഗർ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മുഹമ്മദ് എന്ത് ചെയ്തു? ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ബേ വിറ്റ്നസ് മൈ ലോഡ്, അല്ലയോ ദൈവമേ ഇത് കണ്ടാലും ബേ മൈ വിറ്റ്നസ് മൈ ലോഡ്, എൻ്റെ സാക്ഷ്യം അംഗീകരിച്ചാലും ഇത് ഞാൻ അങ്ങയുടെ മെസ്സേജ് ഇതായി ഇവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അറാഫ അങ്ങനെ പറഞ്ഞു. അടുത്ത വർഷം മുഹമ്മദ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. 632. അപ്പോൾ ഇതാണ് ഈ രണ്ട് സർമണും അല്ലെങ്കിൽ ലാസ്റ്റ് എന്താ പറയുന്നത് പ്രസംഗവും വലിയ വലിയ അന്താരാഷ്ട്ര സംഭവങ്ങളാണ്, മനുഷ്യാവകാശ രേഖകളാണെന്ന് പറയുന്നെങ്കിലും ഒന്ന് ഓൾമോസ്റ്റ് സില്ലിയാണ്. ഈ സർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത് അതിനകത്ത് പലതും ഒരു കഴമ്പുമില്ലാത്തതാണ്, പ്രാക്ടിക്കൽ അല്ല. അതിനകത്ത് മോറൽ പ്രീച്ചിങ്ങുകളൊക്കെ തന്നെ അതെ. സർമൺ ഓൺ ദ മൗണ്ട് ബൈബിള് തന്നെ അങ്ങനെയാണല്ലോ, പല കാലത്ത് കൂട്ടിച്ചേർത്താണ് പല പുസ്തകം. ഈ ഒരു സാധനം തന്നെ ഇത്രയും നീളത്തിൽ സർമൺ ഓൺ ദ മൗണ്ട് തന്നെ പലയിടത്തു നിന്ന് എഡിറ്റ് ചെയ്ത്. മാത്യു ഭയങ്കര എഡിറ്ററായിരുന്നു, ഏറ്റവും നല്ല സംഗീതാത്മക. പുള്ളിയെ വല്ല ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ നിയമിക്കേണ്ടതായിരുന്നു. അമ്മാതിരി എഴുത്താണ്. അല്ലെ യേശു മരിക്കുമ്പോൾ എന്താണ് പുള്ളി പറയുന്നത്? ഈ തിരശീലകളൊക്കെ രണ്ടായിട്ട് പിളർന്നു, മരിച്ചു കിടന്ന ആളുകളൊക്കെ അവരെ ശവക്കുഴിയിൽ നിന്നിറങ്ങി മൈക്കിൾ ജാക്സൺ മോഡലിൽ നടന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഭയങ്കര മാത്യുവിനെ എനിക്ക് എപ്പോഴും ഭയങ്കര ബഹുമാനമാണ്. അരേ വാ മാത്യു എന്നാണ് പറയുന്നത്. അങ്ങനെ നിയമിക്കാനില്ല, അത് നമ്മൾ പൊതു മത്സരത്തിൽ ഇന്ന് നിയമിക്കാൻ പറ്റും. മാത്യുവിന് കയറി വരണേ മാത്യു ജയിക്കണം. ഇവിടെ പലരും പരീക്ഷ എഴുതാനൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഇത് മനുഷ്യാവകാശ രേഖകളൊന്നും അല്ല. ഇത് അതിഘോര മതബോധങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള സെക്ടേറിയൻ വാദങ്ങളും കുറേ അന്ധവിശ്വാസങ്ങൾ ചാലിച്ചിട്ടുള്ള കുറേ ഉപമകളും ഉൽപ്രേക്ഷകളും മാത്രമാണ്. അതിൽ തന്നെ ഈ അറാഫ പ്രസംഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പല വിപത്തുകളുടെയും അടിസ്ഥാനം കൂടിയാണ്. അതൊരു ഒറിജിനൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ലിറ്ററേച്ചർ അല്ല എങ്കിൽ പോലും അത് ഉയർത്തി കാണിക്കുന്ന അതിനകത്ത് എന്തോ വെള്ളയടിക്കൽ സാഹിത്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇത്രയും വൈകിയ വേളയിൽ നമ്മളൊരു 40-50 മിനിറ്റ് ലേറ്റാണ്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇനി പൊതുവേ നമ്മൾ ഈ മതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവങ്ങളും ദേവിമാരും എല്ലാം ഭയങ്കര സുന്ദരന്മാരാണ്. ശരിക്കും അത് ഈ ഫോളോവേഴ്സിനെ കൂട്ടുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നില്ലേ? ശരിക്കും ഇവരൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലുള്ളവർക്ക് ഇത്രയും സൗന്ദര്യം വരാനുള്ള സാധ്യതയുണ്ടോ? വസ്ത്രവും സൗന്ദര്യം മാത്രമല്ല വസ്ത്രവും വരാൻ യാതൊരു സാധ്യതയില്ല. ഈവൻ കാർമേഘ വർണ്ണന്റെ മാറിൽ എന്ന് പറയുമ്പോൾ കാർമേഘ വർണ്ണൻ നീല നിറത്തിലും ചുവന്ന നിറത്തിലും ഒക്കെയാണ് വരുന്നത്. അതെന്താണ്? കറുത്ത അതുപോലും മാറ്റുന്നുണ്ട്. നമ്മുടെ ഇന്ന് ആധുനിക സൗന്ദര്യ സങ്കല്പങ്ങൾ അനുസരിച്ച് യേശുവിന്റെ പടം, ഞാൻ യേശുവിന്റെ തെളിവുകൾ എന്ന് പറയുന്നത് കാണിച്ചു. സാറിന്റെ ഓരോ സ്ലൈഡിലും മോഡൽസിന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതെ, അത് കണ്ടപ്പോഴാണ് ഇന്നൊരു ചോദ്യം വന്നത്. അത് വിശ്വാസികൾ അങ്ങനെയാണല്ലോ, വിശ്വാസികളാണല്ലോ വരയ്ക്കുന്നത്. ആരാ വരയ്ക്കുന്നത്? ഇപ്പൊ മുഹമ്മദിന്റെ പടം വരയ്ക്കാൻ പാടില്ലെന്ന് പറയുന്നു. നല്ല സുന്ദരനായ ഒരു മുഹമ്മദിനെ വരച്ചു കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കളയും. മോശമായിട്ട് വരച്ചു കഴിഞ്ഞാലോ സുന്ദരന്മാരായിരിക്കും, എല്ലാവരും സുന്ദരികളായിരിക്കും, നല്ല വസ്ത്രമായിരിക്കും. അത് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. പ്രസ് പ്രിന്റ് ചെയ്യാനുള്ളതല്ലേ? സൗന്ദര്യം മാത്രമല്ല. അതെ അല്ല, ഓൾ ദ പുട്ടി ഒക്കെ ഇട്ടാണല്ലോ അവരുടെ മുഖം. ഒരു മുഖത്തൊരു കുത്തോ അല്ലെങ്കിൽ ഒരു കറുപ്പോ ഉള്ള ഒരു ദൈവത്തെയും നമ്മൾ കാണാറില്ല. ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലുണ്ടായ വലിയൊരു പ്രശ്നമായിരുന്നു വടക്കേ ഇന്ത്യയിലെ കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സംഭവം. അതുകൂടാതെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ആക്രമിക്കപ്പെട്ടു എന്ന് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്കന്നേരം ഉണ്ടായ ഒരു ചിന്ത ഇതാണ്, ഈ കന്യാസ്ത്രീകളുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ ആദിവാസി കുടികളിലും
അല്ലെങ്കിൽ അത്ര വീക്കായിട്ടുള്ള ജനവിഭാഗങ്ങളിലും ചെന്ന് ഇത് ചെയ്യുന്നതാണോ? യഥാർത്ഥത്തിൽ അവരെ യഥാർത്ഥത്തിൽ നിയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഡ്യൂട്ടി അതാണോ യഥാർത്ഥത്തിൽ? ഞാൻ ഇപ്പോൾ കൊല്ലത്തൊരു മൊണാസ്ട്രി പോയിരുന്നു. കൊല്ലത്തൊരു ഈ വീടിന് നമ്പറിടുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴേ ഞാൻ അവിടെ ചെന്നപ്പോഴേ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊരു വാച്ച്മാനുണ്ട്. വാച്ച്മാൻ എന്നോട് ചോദിച്ചു എന്തിനാണ് വന്നത്? ഞാൻ കൊല്ലം കോർപ്പറേഷൻ വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, നമ്പർ ഇടാൻ വന്നതാണ്. അപ്പോൾ ഇയാൾ അതാണ്ട് 1/2 കിലോമീറ്റർ അകത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് പോയിട്ട് ഏതാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ട് ഒരു മുഖം മാത്രം അകത്ത് ചെന്നിട്ട് എനിക്ക് കാണാൻ പറ്റി, കാര്യം പറഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രമാത്രം അടച്ചിടപ്പെട്ട ഒരു ജനവിഭാഗമാണ് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവരെന്തിനാണ് ഈ വടക്കേന്ത്യയിൽ പോയി ഈ സുവിശേഷ പ്രവർത്തനങ്ങളെ അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്നത്? അതിനാണോ അവർ യഥാർത്ഥത്തിൽ അവരുടെ ഡ്യൂട്ടീസ് നിശ്ചയിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ? അതുപോലെ ഈ പുരോഹിതന്മാർ യഥാർത്ഥത്തിൽ പള്ളികളിൽ അവർക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ നാട്ടിലുള്ള 2-3 വടക്കേന്ത്യ പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർ വെച്ചിട്ടിരിക്കുന്ന രമ്യഹർമ്മം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് 2 നില വീടും അവിടെ ഇന്ന് ലോകത്തിൽ കിട്ടുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളുള്ള 2 വീടുകളാണ് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരത് എന്താണ് അത് ചെയ്യുന്നത്? അപ്പോൾ ഈ ക്രിസ്തു പറഞ്ഞ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വല്ല ന്യായമുണ്ടോ അതിനകത്ത്? നിങ്ങളെ ചോദ്യത്തിനകത്ത് തന്നെ എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചേ, കന്യാസ്ത്രീമാരുടെ പണി ഇതാണോന്ന്? അവർക്ക് വേറെ എന്താ പണി? അവരിങ്ങനെ എന്തെങ്കിലും പണിയായിരിക്കും ചെയ്യുക. മതപ്പണി. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഞാൻ പണ്ട് സെൻറ്റ് ജൂഡ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മേ ബി 85 പീരീഡിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് കുണ്ട്ര അവിടെ അങ്ങോട്ട് വരുമ്പോൾ കുരിപ്പള്ളി അങ്ങനെ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട്, അവിടെ കൊല്ലത്തുള്ളവർക്കറിയാം. അവിടെ സ്ഥിരം ഞങ്ങളിങ്ങനെ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു ഉപദേശി വന്ന് ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അവൻ വരുന്നു. അപ്പോൾ ഭയങ്കര ഞങ്ങളിങ്ങനെ 5-ലും 6-ലൊക്കെ പഠിക്കില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കാറ്. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഈ പുള്ളി ആരെങ്കിലും ഇങ്ങനെ പുള്ളിക്ക് എന്തോ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കത്തില്ലേ, പുള്ളിക്ക് എങ്ങനെ നാണക്കേടില്ലയോ എന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷെ പുള്ളി എല്ലാ ദിവസവും ഒരു ജോലി പോലെ വന്ന് ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെ പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഹയറാർക്കിയിൽ ഏറ്റവും താഴെയാണ്. കാർഡിനൽ മാർ ഗ്രിഗോറിയസ് ഒന്നും വന്ന് ഇതൊന്നും ഇങ്ങനെ തെരുവിലൊന്നും പ്രസംഗിക്കത്തില്ല. ഇത് അതിനകത്ത് താഴെ നിൽക്കുന്ന ആളുകളാണ്. അടി കിട്ടുന്നെങ്കിലും അവർക്ക് അവഹേളനം കിട്ടുന്നെങ്കിലും അവർക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഇവർ ഈ ഗ്രൗണ്ട് വർക്കാണ്, വേലയാണ്. ഈ വേല ചെയ്യുന്നതനുസരിച്ച് അവിടെ കൂലി ഉണ്ടാവും. ഇവർ കർത്താവിൻ്റെ മണവാട്ടിമാരാണ്. ക്രിസ്തു ഈ മണവാട്ടി എന്ന് പറയുന്ന സങ്കല്പത്തോട് തന്നെ ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ള ഒരാളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. He didn't believe in മണവാട്ടീസം, ബട്ട് he has so many മണവാട്ടീസ്. അത് നിങ്ങൾ ക്രിസ്തുവായിട്ട് ഒത്തുപോകുന്നുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ക്രിസ്തുവായിട്ട് ഒത്തുപോകുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തു ഒരു സമയം പറയുന്നതല്ല വേറൊരു സമയം പറയുന്നത്. ക്രിസ്തു ആദ്യം പറയും ഒരു നിയമവും ലംഘിക്കാൻ ഞാൻ അനുവദിക്കില്ല, എന്നാൽ ഓരോരോ നിയമങ്ങളായിട്ട് ഞാൻ ലംഘിച്ചു തരാം. മൊത്തം നിയമങ്ങൾ ഞാൻ ലംഘിക്കില്ല, ഞാൻ റീറ്റെയിലായിട്ട് ലംഘിക്കാം എന്ന് പറഞ്ഞ് എല്ലാ നിയമങ്ങളും ഓൾമോസ്റ്റ് പുള്ളി ലംഘിച്ചിട്ടുണ്ട്. പുള്ളി ഈവൻ ഒരു ദൈവമാണെന്ന് പോലും അവകാശപ്പെട്ടു കഴിഞ്ഞു. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് പാടില്ല എന്ന് പറഞ്ഞെടുത്ത് വളഞ്ഞ വഴിയിലൂടെ താനൊരു ദൈവമാണെന്ന് പറഞ്ഞിട്ടാണ് യേശു പോയത്. അപ്പോൾ യേശു പാലിക്കാത്ത നിയമങ്ങളുണ്ടോ എന്നാണ് ഇനി യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. അപ്പോട്ടെ, അത് നല്ലതാണ്, ചില നല്ല നിയമങ്ങൾ. പക്ഷേ മറ്റേ ചീക്ക് കാണിച്ചു കൊടുത്ത് ഇയർ ബാലൻസിങ് അതൊക്കെ കുറേ കടുപ്പമാണ്. നമ്മുടെ ഒരു 15 സെക്കൻഡ് സമയം ഈ ഒരു സൈറൺ കട്ട് ചെയ്തായിരുന്നു ഇവിടുത്തെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു, ഞാനൊന്ന് റീഡിങ് എടുത്തായിരുന്നു. 85 ഡെസിബിളായിരുന്നു സൗണ്ട്. നിയമപ്രകാരം ഒരു 55 ഡെസിബിളാണ് ഇവിടെ വേണ്ടത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ കുട്ടികളുടെ കളിക്കുന്ന ഒരു പാർക്കാണെങ്കിൽ സൈലൻറ്റ് സോണാണ്. നഗരസഭയുടെയാണ് ഈ സൈറൺ. അപ്പോൾ ഇത് കുറ്റകരമായൊരു പ്രവൃത്തിയാണ് നഗരസഭയോടെ ചെയ്തത്. ആലപ്പുഴ അടുത്ത നഗരസഭയിൽ ഇത് കളക്ടർ തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതെ അത് തീർച്ചയായിട്ടും നമ്മൾ ടേക്കപ്പ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഒരെണ്ണം നടത്തിയതുകൊണ്ട് എസൻസിൻ്റെ ഒരു പരിപാടി നടത്തിയെടുത്ത് ഇതേ കണക്ക് നിയമവിരുദ്ധമായി, സത്യത്തിൽ ഇതൊരു വലിയൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. നമ്മൾ ഈ ശബ്ദമലിനീകരണത്തിനെതിരെ നമ്മളൊരു ക്യാമ്പയിൻ വളരെ ഇതായിട്ട് നടത്തുന്നുണ്ട്. മനു അതിൻ്റെയൊക്കെ മുന്നണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഒരുപാട് സ്വന്തം നിലയിലും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടിപ്പോൾ ഈ അമ്പലങ്ങളിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 10 മണി കഴിഞ്ഞ് പരിപാടിയില്ല, ഒരു മിതത്വമൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു മിതത്വം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ കുറച്ച് വെക്കുന്നുണ്ട്. ഇത് കുറച്ച് വെക്കണം എന്നൊരു ബോധം വന്നിട്ടുണ്ട്. പോലീസ് ചെല്ലുന്നുണ്ട്, പോലീസിന് ഇഷ്ടമല്ലാഞ്ഞിട്ടും. പിന്നെ കമ്മിറ്റി അംഗങ്ങൾ കുറച്ച് വെക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും. രാഷ്ട്രീയക്കാർ അവിടെ വന്ന് ഇടപെടുന്നുണ്ട്, അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും. ആർക്കും ഇഷ്ടമല്ലാഞ്ഞിട്ടും ഈ നിയമം ക്രമേണ പാലിക്കപ്പെടുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഈ പാസീവ് സ്മോക്കിംഗ്, ഞാൻ ഈ പറയുന്ന വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്, പലർക്കും അത് റിപ്പീറ്റായിട്ട് തോന്നും. പക്ഷേ ചിലർക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക്
അതായത് നമ്മൾ ഈ പാസീവ് സ്മോക്കിംഗ്, അടുത്തിരുന്ന് പുക വലിക്കുന്നില്ല, നിങ്ങൾ ആരും പുക വലിക്കുന്നില്ല. ഒരു 30 വർഷത്തിന് മുമ്പ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഫൂ അടിച്ചു വിട്ടുകൊണ്ടിരിക്കും, ഇവിടെ മുഴുവൻ കുറ്റിയായിരിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല, മാറിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെയാണ് മാറിയെന്ന് പറഞ്ഞാൽ നിരന്തരമായ സമ്മർദ്ദങ്ങളും നിയമങ്ങളും, നിയമം ഇല്ലാത്തതല്ല കുഴപ്പം, നിയമം നടപ്പിലാക്കാനായിട്ടുള്ള സമ്മർദ്ദം, അതാണ് ഏറ്റവും വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യം. നമുക്ക് നല്ല നല്ല നിയമങ്ങളുണ്ട്. ഈ ശബ്ദമലിനീകരണത്തിനെതിരെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. വെടി പൊട്ടുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇയറിന് പോയെന്നൊക്കെ പറഞ്ഞ് ബാലൻസ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപ കിട്ടും. പരാതിപ്പെടുന്നവർക്ക് 10,000 കിട്ടുന്ന ഒരു സംഗതിയാണ്. ഇല്ല, ഇപ്പോൾ പറഞ്ഞ ബന്ധപ്പെട്ട് പുനലൂർ നഗരസഭയിൽ ഇതേ പ്രശ്നം ഉണ്ട്. കാരണം ഞാൻ പുനലൂർ നഗരസഭയിൽ ഇരുന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ്. അവിടെ ഇത് തന്നെ ആ ശബ്ദം വളരെ അരോചകമായിട്ടാണ്, വളരെ ഇതാണ്. കാരണം അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ സഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ മനു പറഞ്ഞത് ആലപ്പുഴ നഗരസഭയിൽ അത് ബാൻ ചെയ്ത്, കളക്ടർ ബാൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെയും ബാൻ ചെയ്യാം. നമുക്ക് അടുത്ത തവണ ഇവിടെ റീസൺ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള അത് നിയമപരമായ അവകാശം, നമ്മൾ മറിക്കുമെന്നല്ല പറയുന്നത്, നിയമപരമായ അവകാശം. ഇന്നാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. അത് വിസിബിളായിട്ട് നമ്മുടെ ഈ തെളിവുകളുണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ കളക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഒരു ഒരു പരാതിയോ എല്ലാം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നോ അല്ലെങ്കിൽ ഈ അടുത്ത് വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെയോ അതിന് ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ചെയ്തിരിക്കും. ശബ്ദമലിനീകരണത്തിനെതിരെ നമ്മൾ എസൻസ് എടുക്കുന്ന ഈ ഇനിഷ്യേറ്റീവ് പോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ഇഷ്യൂ എന്തുകൊണ്ട് നമുക്ക് എടുത്തോളൂ? നമ്മളാകെ 4-3-7 പേരുണ്ട്. നമ്മളീ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആകെ നമ്മൾ അറിയോ. വി ആർ നോട്ട് സപ്പോർട്ടഡ്. വി ഡോണ്ട് ഹാവ് മച്ച് ഇൻഫ്ലുവൻസ് ഇൻ സൊസൈറ്റി ആസ് യു തിങ്ക് ഓർ ആസ് യു വുഡ് ഇമാജിൻ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഒരു പാർട്ടി, അല്ലെങ്കിൽ ഒരു മതം, അല്ലെങ്കിൽ ഒരു ജാതി, അല്ലെങ്കിൽ എന്തെങ്കിലും കോർപ്പറേറ്റ്സ് ആയിട്ട് ഇതൊന്നും ഇല്ലാതെ ഈ സംരക്ഷണ ബോധം എന്ന് പറയുന്ന സാധനം മനുഷ്യന് ഭയങ്കരമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പോലീസ് കേസ് ചെന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടും, അല്ലെങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയാനുണ്ടോ, ഇതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. 99% ആളുകൾ നോക്കുന്നത്. നമ്മൾ സ്വതന്ത്രരായിട്ടുള്ള മനുഷ്യരാണ്, അവർ എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വതന്ത്രം ആകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അപ്പം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന പരിപാടികളും മിഷൻസിനും ഒക്കെ ഒരു വലിയൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ ശബ്ദമലിനീകരണം നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ നിയമം ഓൾറെഡി ഉണ്ട്, അത് നടപ്പിലാക്കാനായിട്ടുള്ള യജ്ഞമാണ് നമ്മൾ നടത്തുന്നത്. നിയമശക്തമാണ്. പക്ഷേ ഈ പറഞ്ഞുള്ള ഈവൻ പന്നിയെ വെടിവെക്കുന്ന കാര്യം, ആനയെ നിയന്ത്രിക്കുന്ന കാര്യം, ഇതൊക്കെ മാസമായിട്ട് ആളുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. നമ്മൾ അതിന് ഈ മാസീവായിട്ടുള്ള സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം, തെരുവ് നായ്ക്കളുടെ കാര്യം, ഓഫ് കോഴ്സ് അതൊരു എന്താണ് വിഷയം, എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ചില പറയുമ്പോൾ കള്ളിങ് ആണോ പരിഹാരം, കൊന്നു കളയുക, അല്ലെങ്കിൽ ഇതുണ്ടല്ലോ കൊതുകിനെയൊക്കെ ചെയ്യുന്നോണം കൊതുകിനെ അടിച്ചു കൊല്ലാതെ അതിൻ്റെ പിടിച്ചിട്ട് കൊമ്പ് പിടിച്ചൊടിച്ച് വിട്ട് കളയുക, അപ്പോൾ കുത്തത്തില്ലല്ലോ. ആ രീതിയിലുള്ളതാണോ വേണ്ടത്, വന്ധ്യംകരണമാണോ വേണ്ടത്, ഇങ്ങനെ പല പല രീതിയുണ്ട്. അപ്പം ഈ നായകളെ ശരിക്കും ഡീൽ ചെയ്തിട്ടുള്ള ഒരു രാജ്യം എനിക്കറിയാവുന്നത് നെതർലൻഡ്സാണ്, ഹോളണ്ട് നമ്മൾ പറയുന്നത്. അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാസീവായിട്ട് വളരെ കുറച്ച് ചെറിയ രാജ്യമാണ്. ആൾ ഈ നായകളെ പിടിച്ചിട്ട് കൊണ്ടുവന്നതിനെ വന്ധ്യംകരണം നടത്തിയിട്ട് തിരിച്ച് വിടുക എന്നുള്ളതാണ് ചെയ്യുക. ഈ വന്ധ്യംകരണം അത്ര നല്ല കാര്യമാണോ, അല്ലെങ്കിൽ അതത്ര നല്ല, അത് ഇറ്റ് ക്യാൻ ബി വെരി പെയിൻഫുൾ, റൈറ്റ്? അതിന് അനസ്തേഷ്യയൊക്കെ കൊടുത്തായിരിക്കും ചെയ്യാമെന്ന് കരുതുന്നു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞാണോ വിടുന്നത്, ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ ആയിരിക്കും, എല്ലാം കൃത്യമായിട്ട് വിടുമായിരിക്കും. പക്ഷെ അത് മാസീവായിട്ട് നടത്തണം. നമ്മളുടെ തെരുവുനായകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കോടികളാണ്. ഒരു മനുഷ്യന് 5 നായകൾ വരെ ഉണ്ട് ഓരോ തെരുവിലും. അമ്മാതിരി തെരുവ് നായകളാണ്. പിന്നെ ഇതിനെതിരെ ഈ പല സെലിബ്രിറ്റീസും സംസാരിക്കാറുണ്ട്. ഈ മനുഷ്യത്വം ഇതാണ് എന്ന് എന്താ പറയുന്നത്, വിർച്യൂ സിഗ്നലിങ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരാരും തന്നെ ഈ തെരുവ് നായ്ക്കളെ ഏറ്റെടുക്കാറില്ല. അവരുടെ കയ്യിൽ 2-3 ഒക്കെ നായ്ക്കളൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊരിക്കലും നൺ ഓഫ് ദം ആർ തെരുവ് നായ്സ്, ദേ ആർ ഓൾ വിലയേറിയ നായ്സ്. അതുമായിട്ടാണ് അവർ പോകുന്നത്. ഇപ്പോൾ തെരുവ് നായ്കളൊരു പ്രശ്നമാണ്. അതിനെ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. അതിൻ്റെ ആക്രമണം നേരിടുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ പലപ്പോഴും ഈവൻ പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേർ ഒന്നും റോഡിലൂടെ പോകാറ് പോലും ഇല്ല, ഇപ്പം നടക്കാൻ പോലും പോകാറില്ല.
ഇത് പുള്ളി തന്നെ ഈ വലിയ കാലം കൂടെ കൊണ്ട് വെച്ചിരിക്കുന്ന രാവിലെ നടക്കാൻ പോകുമ്പോൾ തെരുവുനായകൾക്കെതിരെയാണ്. തമാശ പറഞ്ഞല്ല, ഈ കാലം കൂടെ തന്നെ ഇപ്പോൾ തിരിച്ചു വന്നത് തെരുവുനായകൾക്കെതിരെയാണ്. ചിലർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെതിരെ നമ്മൾ വുഡ് ലൈക്ക് ടു, പക്ഷേ അതിനുള്ള ആംബിയർ നമുക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതൊരു വലിയ മാസീവ് ക്യാമ്പയിനാണ്. അത് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഓരോരുത്തർ ചോദിക്കാറുണ്ട്, അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, മറ്റേ ചെയ്തൂടെ. ക്യാമ്പസുകളിൽ പോയി ഒരു സയൻസ് ക്ലബ്ബ് തുടങ്ങി. ഓരോരുത്തരൊക്കെ ചോദിക്കുന്ന ആശയങ്ങൾ കിട്ടുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഹലോ സാർ വരൂ, ഒരു സയൻസ് ക്ലബ്ബ് തുടങ്ങും. അവിടെ ഒന്ന് ക്യാമ്പസുകളൊക്കെ ഒരു ശ്മശാന സാധനമാണ്. അവിടെ കുറേ ഞാൻ ഈ മിനിയാന്ന് ഇപ്പോൾ ഒരാഴ്ചയുള്ളൂ ഒരു പോളിയിൽ അഡ്മിഷൻ കഴിഞ്ഞിട്ട്, പുതിയ പിള്ളേർ വരുന്ന 2-ാം ദിവസം അവന്മാർ വിളിക്കുന്ന മുദ്രാവാക്യം വാടാ വാടാ പോരിന് വാടാ, കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ കഴുത്തും വെട്ടും. ചുമ്മാ വിളിക്കുക. ആർക്കെതിരെ വിളിക്കുക? KSU SFI എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുക, അടിക്കുക, അടിച്ചു പൊട്ടിക്കുക. എല്ലാ ദിവസവും പോളിയുടെ മുന്നിൽ 7 SIയും കൂട്ടരും വന്നിങ്ങനെ നിൽക്കുന്നതാണ്. ഈ പിള്ളേർ +2 കഴിഞ്ഞ് വന്ന പിള്ളേർ എന്തുവാ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. രാഷ്ട്രീയം എന്താണെന്നറിയില്ല, രാഷ്ട്രം ഒന്നും അറിയില്ല. അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഇതെല്ലാം ഇവരെല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാം നോക്കുകൂലി മോഡലിൽ ആളുകൾ അവിടെ ഉണ്ടാവും. അവർക്ക് ഓരോ കൊടി എടുത്തു കൊടുക്കും, അവരിങ്ങനെ ചെയ്തുകൊണ്ട്. ഇവിടെയാണ് നമ്മൾ സയൻസ് ക്ലബ്ബ് എന്നും പറഞ്ഞാൽ കൂടി ചെല്ലുന്നത്, സ്വതന്ത്ര ഇന്ത്യ എന്നും പറഞ്ഞു ചെല്ലുന്നത്. ആളുകൾ ചോദിക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. അല്ല, മിക്കവാറും നമ്മുടെ കലാലയങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ശ്മശാന അവസ്ഥയിലാണ്, ഡെഡാണ്. ചിലയിടത്ത് ഈ പറയുന്ന ഈ മതമോ വർഗീയതയോ ഇല്ല എന്നൊക്കെ ചിലർ പറയുന്നത്, അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഈ ഞാൻ പറഞ്ഞ ഈ 5 സാധനങ്ങളുണ്ടല്ലോ. ഒന്ന് പുകവലി ആയാലും, ഡ്രഗ്സ് ആയാലും, ഇതായാലും ഇതും ഭീകരമാണ്. ലഹരിക്കടിമകളായിട്ടുള്ള ഒരു സമൂഹമാണ്. അവിടെ എന്തോ സ്വാതന്ത്ര്യം എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കേരളം മാത്രമേ ഉള്ളൂ. കേരളം ഒരു തുരുത്താണ് കേട്ടോ. നിങ്ങൾ സത്യത്തിൽ കേരളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ ലിറ്റ്മസ് പോലൊരു ഇവൻ്റ് പോട്ടെ, അറ്റ്ലീസ്റ്റ് 1000 people അണ്ടർ എ സെയിം റൂം, ഇറ്റ്സ് നോട്ട് പോസിബിൾ എനിവെയർ ഇൻ ദ വേൾഡ് നൗ. നോട്ട് ഈവൻ ഇന്ത്യയുടെ കാര്യം പറയണ്ട. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ തുടർന്ന് ആ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി. ഇനി ചോദ്യങ്ങൾ പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലാകാൻ തോന്നുന്നു അല്ലേ?